സമ്മാനിച്ചിരിക്കുന്നത്. സമകാലിക മലയാള കവിതയെക്കുറിച്ച്, ഏത് സാഹിത്യത്തിൻ്റെയും സമകാലത്തെക്കുറിച്ച് വിശകലനാത്മകമായി സംസാരിക്കുക എന്നത് വളരെ കുഴപ്പം പിടിച്ച പ്രയാസകരമായ ഒരു ജോലിയാണ്. നമുക്ക് ആശാനെ പറ്റി, എഴുത്തച്ഛനെ പറ്റി, കുഞ്ചൻ നമ്പ്യാരെ പറ്റി, പൂന്താനത്തെ പറ്റി, ഇടശ്ശേരിയെ പറ്റി, വൈലോപ്പിള്ളിയെ പറ്റിയൊക്കെ വളരെ കണിശമായി കാലവും കാവ്യചരിത്രവും അനുവദിക്കുന്ന അകലം എന്ന സൗകര്യം അനുഭവിച്ചുകൊണ്ട്, ആസ്വദിച്ചുകൊണ്ട് സംസാരിക്കാം. കാരണം ആശാനും വൈലോപ്പിള്ളി, ഇടശ്ശേരിയും എല്ലാം മലയാള കാവ്യചരിത്രത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. പക്ഷെ നമ്മളിപ്പോൾ നിൽക്കുന്നത് സമകാലത്തിലാണ്, മലയാള കവിതയുടെ സമകാലത്തിലാണ്. ഈ സമകാലം എന്ന് പറയുന്നത് വിവരിക്കാനോ അപഗ്രഥിക്കാനോ വിലയിരുത്താനോ പ്രയാസകരമായ വിധം സങ്കീർണവും ആണ്. ഈ വർഷത്തെ കവിതാ കാർണിവലിലെ ഒരു പ്രധാന പ്രമേയം ആയി ഞാൻ കണ്ടത് 21ാം നൂറ്റാണ്ടിന്റെ കവിത എന്ന ഒരു സെഷൻ തന്നെ ഒന്നിലധികം സെഷനുകൾ ഈ കാർണിവലിന്റെ ഭാഗമാണ്. അത് വളരെ നിർണായകമായ, ശ്രദ്ധേയമായ ഒരു വസ്തുതയുമാണ്. കാരണം മലയാള കവിത 21ാം നൂറ്റാണ്ടിലേക്ക് കാലഗണനാപരമായി മാത്രമല്ല ഭാവുകത്വപരമായും പ്രവേശിച്ചു കഴിഞ്ഞു. നമ്മളിപ്പോൾ സംസാരിക്കുന്നതും സംസാരിക്കേണ്ടതും പുതിയ ഒരു നൂറ്റാണ്ടിന്റെ ഇനിയും 80 ശതകങ്ങൾ കൂടി ബാക്കിയുള്ള ഒരു നൂറ്റാണ്ടിന്റെ പ്രാരംഭത്തിൽ നിന്നുകൊണ്ടാണ് എന്ന വളരെ ഗുരുതരമായ, ഗൗരവാവഹമായ ഒരു വസ്തുത നമ്മുടെ മുന്നിലുണ്ട്. ഇതുപോലൊരു നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് കുമാരനാശാൻ അദ്ദേഹത്തിന്റെ വീണപൂ എഴുതുന്നത്, ചിന്താവിഷ്ടയായ സീത എഴുതുന്നത്. 1924 കരുണാകാവ്യം എഴുതി മലയാള കവിതയിൽ നിന്നും, ഭൗമവാസത്തിൽ നിന്നും, അവനിവാഴിൽ നിന്നും ആശാൻ വിരമിക്കുന്നത് ഇതുപോലൊരു നൂറ്റാണ്ടിന്റെ തുടക്കത്തിലായിരുന്നു. അന്ന് രൂപപ്പെട്ട മലയാള കവിതയുടെ ഭാവുകത്വമാണ് ഒരുപക്ഷെ 2000 ആണ്ടോളം നീണ്ടുനിന്ന മലയാള കവിതയുടെ ദീർഘ ഭാവുകത്വ അന്തരീക്ഷമായി മാറിയത് എന്ന് നമുക്കറിയാം. ആശാനിൽ വിത്തായിരുന്നവ വൃക്ഷമായി മാറിയതിന്റെ ചരിത്രമാണ് 20ാം നൂറ്റാണ്ടിന്റെ മലയാള കാവ്യ ചരിത്രം. ആശാനിലുണ്ടായിരുന്ന പാരിസ്ഥിതിക ബോധ്യങ്ങൾ, ആശാനിലുണ്ടായിരുന്ന സ്ത്രീ സ്വത്വത്തെ കുറിച്ചുള്ള തിരിച്ചറിവുകൾ, ആശാനിലുണ്ടായിരുന്ന സ്വാതന്ത്ര്യ ബോധം മറ്റു തരത്തിൽ ആവിഷ്കരിക്കുകയായിരുന്നു, ബഹുശാഖമായി ആവിഷ്കരിക്കുകയായിരുന്നു കഴിഞ്ഞ നൂറ്റാണ്ടിലെ മലയാള കവിത. തീർത്തും വ്യക്തിനിഷ്ഠമായി പറയുകയാണെങ്കിൽ 20ാം നൂറ്റാണ്ടിന്റെ ഒടുവിൽ ജനിച്ച് നമ്മൾ ഇവിടെ പലപ്പോഴും പലരും വലിയ ഗ്രഹാതുരത്വത്തോടുകൂടി പരാമർശിക്കാറുള്ള അടിയന്തരാവസ്ഥ നടക്കുമ്പോൾ, നടപ്പിലാക്കപ്പെടുമ്പോൾ മുട്ടിലിഴഞ്ഞ് കുട്ടിയായി അല്ലെ, എഴുന്നേറ്റ് നടന്നിട്ടില്ല, ആ പ്രായമില്ലായിരിക്കും. അടിയന്തരാവസ്ഥ ഞാൻ അറിഞ്ഞില്ല, കാരണം അന്ന് മുട്ടിൽ ഇഴയുന്ന ഒരു കുട്ടിയായിരുന്നു. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളുടെ കൂട്ടത്തിൽ ഒരു ശിശുവായി മറ്റൊരു സഹസ്രാബ്ദത്തിലേക്കും മറ്റൊരു നൂറ്റാണ്ടിലേക്കും പ്രവേശിച്ച ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഈ നൂറ്റാണ്ടിന്റെ, ഈ പുതുനൂറ്റാണ്ടിന്റെ കവിതയെ വിലയിരുത്താൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഞാൻ. അതുകൊണ്ട് എനിക്കൊരു വലിയ സൗകര്യമുണ്ടായി. ആധുനിക കവിത അതിന്റെ അസ്തമയ ഛവിയോട് അടുക്കുകയും ആധുനികാനന്തരം എന്ന് പറയാവുന്ന പുതിയൊരു കവിത, രാമന്റെയും പി രാമേന്ദ്രന്റെയും അതുപോലുള്ള വിരലിലെണ്ണാവുന്ന കവികളിലൂടെ നമ്മൾ വിവരിച്ചു വരുന്ന ആധുനികാനന്തര മലയാള കവിതയുടെ രൂപീകരണ വർഷങ്ങളിൽ അതിന് സാക്ഷിയാവാൻ, ഏറ്റവും അടുത്ത് നിന്ന് കാണാൻ ആ കവികളെയും അവരുടെ കവിതയെയും അവരിലൂടെ സംഭവിച്ചുകൊണ്ടിരുന്ന ഭാവുകത്വ മാറ്റത്തെയും നിരീക്ഷിക്കാനുള്ള വലിയൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുമുണ്ട്. പക്ഷെ ഇപ്പോ ആ കവിതയും മലയാള കവിതാ ചരിത്രത്തിന്റെ ഭാഗമായി, സമീപ ഭൂതകാലത്തിന്റെ ഭാഗമായി മാറുകയും മറ്റൊരു തരം ഭാവുകത്വം, 21ാം നൂറ്റാണ്ടിന്റെ കാവ്യ ഭാവുകത്വം എന്ന് പറയുന്ന ഒരു യുവ കവിതയുടെ സാന്നിധ്യം മലയാള കവിതയെ സാന്നിധ്യ നിബിഡമാക്കുകയും ചെയ്യുന്നുണ്ട്. ആ കവിതയെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കേണ്ടത്. ഈ അടുത്തിടെ ഞാനൊരു ലേഖനം എഴുതിയിരുന്നു. അതിന്റെ തലക്കെട്ട് തന്നെ കാക്കത്തൊള്ളായിരം എന്നായിരുന്നു. അതൊരു പക്ഷേ ആ സമയത്ത് തന്നെ മറ്റൊരു കവി, രാമന്റെ തലമുറയിൽപ്പെട്ട ഒരു കവി ഫേസ്ബുക്കിൽ കുറിച്ചിട്ട ഒരു വാക്യം, കാക്കത്തൊള്ളായിരം കവികൾ ഉണ്ടല്ലോ എന്നായിരുന്നു. ആ കവിയുടെ പേര് ഞാൻ പറയുന്നില്ല. അപ്പൊ കാക്കത്തൊള്ളായിരം എന്ന് പറയുന്നത് കാവ്യാത്മകമായ ഒരു മലയാള പദമാണ്. എണ്ണിയാൽ ഒടുങ്ങാത്ത വൈവിധ്യങ്ങളുടെ പെരുപ്പത്തിന്റെ, എണ്ണപ്പെരുപ്പത്തിന്റെ ദൃശ്യതയെ വാങ്മയപ്പെടുത്താൻ ഉതകിയ മലയാളിയുടെ പദകോശത്തിലെ മുന്തിയ വാക്കാണ്. ഒരു ദൃശ്യമാണല്ലേ, ചിതറി പറക്കുന്ന മുഖരമായ കാക്കകളുടെ
ഒരു ദൃശ്യത്തെ അത് മനസ്സിലേക്ക് കൊണ്ടുവരും. പക്ഷെ കാക്കകളെ എണ്ണിയെടുക്കാൻ ആവില്ല, എണ്ണി ഒടുക്കാനും ആവില്ല. വേണമെങ്കിൽ അല്പം കൊള്ളിവാക്ക് എന്ന നിലയ്ക്ക് പറയാം, എല്ലാ കാക്കകൾക്കും ഒരേ നിറമാണ്, ഒരേ സ്വരമാണ്. അതൊരു പക്ഷേ ഈ എണ്ണലിനെ, ഈ വർഗീകരണത്തെ, ഈ അപഗ്രഥനത്തെ കൂടുതൽ ദുഷ്കരമാക്കുന്നുണ്ട്, അല്ലേ? നമ്മൾ കാക്കശ്ശേരി ഭട്ടതിരി എന്നൊരു പണ്ഡിതനെ പറ്റി ഒരു കഥ പറയും. അദ്ദേഹത്തിന്റെ തീരെ ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ മരിച്ചു. അച്ഛന് ബലിയിടുന്ന കുട്ടിയാണ് കാക്കശ്ശേരി. അന്ന് കാക്കശ്ശേരി ആയിട്ടില്ല. ഓരോ ദിവസവും ബലിച്ചോറ് കൊത്താൻ വരുന്ന കാക്കകൾ പ്രത്യേകം തിരിച്ചറിയുമായിരുന്നു. ഇന്നലെ വന്ന കാക്കയല്ല ഇന്ന് വന്നത്, നാളെ വരുന്ന കാക്ക മറ്റൊരു കാക്കയായിരിക്കും എന്ന് കണിശമായി ഒരു കാക്കയെ മറ്റൊരു കാക്കയിൽ നിന്ന് തിരിച്ചറിയാനുള്ള സവിശേഷ ജ്ഞാനവും സിദ്ധിയും പാഠവും ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഈ കാക്കശ്ശേരി ഭട്ടതിരി എന്നറിയപ്പെട്ടത് എന്നൊരു കഥയുണ്ട്. അപ്പൊ ഞാൻ കാക്കശ്ശേരി ഭട്ടതിരിയല്ല. എനിക്ക് ഒരു കാക്കയെ, ഒരു കവിതയെ മറ്റൊരു കവിതയിൽ നിന്ന് തിരിച്ചറിയാനുള്ള വളരെ പരിമിതമായ സഹജവാസനാപരമായ ശേഷി മാത്രമേ ഉള്ളൂ. ഒരു കാവ്യാസ്വാദകൻ എന്ന പദവി മാത്രമേ ഉള്ളൂ. ഒരു കവിതാ വായനക്കാരൻ എന്ന ശീലം മാത്രമാണ് എൻ്റെ കയ്യിരിപ്പ്, എൻ്റെ മുതൽക്കൂട്ട്, എൻ്റെ സമ്പാദ്യം. ഈ കയ്യിരിപ്പ് ഉപയോഗിച്ച്, ഈ ചില്ലറ നാണയങ്ങളുടെ സമ്പാദ്യം ഉപയോഗിച്ച് മലയാള കവിതയുടെ സമകാലം എന്ന 1900 കവികൾ കലമ്പിക്കൊണ്ടിരിക്കുന്ന ഈ സമൃദ്ധിയെ, ഈ വൈവിധ്യത്തെ, ഈ മുഖരതയെ അഭിമുഖീകരിക്കാൻ വളരെ വിനീതമായി കുറഞ്ഞ സമയത്തിനുള്ളിൽ ശ്രമിക്കുകയാണ്. അതിനാമുഖമായിട്ട് ഒരു കവിത, അതൊരു മലയാള കവിതയല്ല, സമകാലീന കവിതയുമല്ല. കുറെ വർഷങ്ങൾക്ക് മുൻപ് AK രാമാനുജൻ എന്ന ഇന്ത്യക്കാരനായ തമിഴ്നാട്ടുകാരനും, അഥവാ കന്നഡത്തിലും തമിഴിലും ഇംഗ്ലീഷിലും 3 ഭാഷകളിൽ ജീവിച്ച ചിക്കാഗോ സർവകലാശാലയിലെ അധ്യാപകനും ഇംഗ്ലീഷിൽ കവിതകൾ എഴുതിയിരുന്ന, തമിഴ് സാഹിത്യം, തമിഴ് കവിതകൾ, തമിഴ് ഫോക്ലോർ, ഇന്ത്യൻ ഫോക്ലോർ അതെല്ലാം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുകയും ചെയ്ത AK രാമാനുജന്റെ ഒരു കവിത ഓർത്തുകൊണ്ട് തുടങ്ങാം. ആ കവിതയുടെ പേര് ഹൈവേ സ്ട്രിപ്പർ എന്നാണ്. പൊതുവഴിയിൽ, തെരുവിൽ അല്ലെങ്കിൽ മുഖ്യപാതയിൽ വെച്ച് തുണിയുരിയുന്ന, വിവസ്ത്രനാകുന്ന ഒരു വ്യക്തിയെ പറ്റിയാണ്. ഞാൻ 2 ജെൻഡറിൽ ഇത് പറഞ്ഞു, വിവസ്ത്രനോ വിവസ്ത്രയോ എന്ന സന്ദേഹവും ജനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തെ പറ്റി, സന്ദർഭത്തെ പറ്റി പറയുന്ന കവിതയാണ്. രാമാനുജൻ അമേരിക്കയിലെ ഒരു ഹൈവേയിലൂടെ കാർ ഓടിച്ചു പോകുന്നു, അല്ലെങ്കിൽ കവി, അല്ലെങ്കിൽ കവിതയിലെ വക്താവ് ഒരു മുഖ്യപാതയിലൂടെ കാർ ഓടിച്ചു പോകുന്നു. തൊട്ട് മുന്നിൽ പോകുന്ന ഒരു കാറിന്റെ ജാലകം വഴി ലേഡീസ് വാച്ച് കിട്ടിയ ഒരു കൈ പുറത്തേക്ക് നീളുന്നു. എന്നിട്ട് പെണ്ണുടുപ്പുകൾ ഓരോന്നായി പുറത്തേക്ക് വലിച്ചെറിയുന്നു, ഉരിഞ്ഞെറിയുന്നു. അവസാനമായിട്ട് ഒരു സ്ത്രീയുടെ അടിവസ്ത്രങ്ങളും ഈ കൈയിൽ നിന്ന് എറിയപ്പെട്ടു ഈ തെരുവിലേക്ക്, ഈ ഹൈവേയിലേക്ക്. അപ്പം സ്വാഭാവികമായും പുരുഷ കൗതുകം, ഒളിഞ്ഞു നോട്ടക്കാരനായ പുരുഷന്റെ സഹജവാസന ഉണർന്നു. ആരാണ്, ഏത് പെൺകുട്ടിയാണ് ആ കാറിൽ വിവസ്ത്രയാക്കപ്പെടുന്നത്? അവളുടെ കാമുകനാണോ, ഭർത്താവാണോ അവളെ വിവസ്ത്രയാക്കുന്നത്? അതോ ഒന്നിലധികം കാമുകന്മാർ ചേർന്ന് ഒരു പെൺകുട്ടിയെ വിവസ്ത്രയാക്കുകയാണോ? അതോ അവൾ സ്വയം വിവസ്ത്രയാവുകയാണോ? ഈ കൗതുകത്താൽ പിന്നാലെ ചെല്ലുന്ന ആളുടെ, പുരുഷന്റെ കാറിന്റെ വേഗത വർദ്ധിച്ചു. ഈ 2 കാറുകളും ഒരുമിച്ച് സമവേഗത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ മറ്റേ കാറിൽ ഇരിക്കുന്ന ഈ വിവസ്ത്രീകരണം നടത്തിക്കൊണ്ടിരുന്ന ആളെ ഇയാൾക്ക് കാണാൻ സാധിച്ചു. അതൊരു പുരുഷനാണ്. ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള മട്ടിൽ വളരെ നിസ്സംഗനായിരുന്നുകൊണ്ട് ഒരു പുരുഷൻ കാർ ഓടിച്ചിങ്ങനെ പോകുന്നു. അപ്പോ ഈ അനുധാവനം ചെയ്ത ആളിലെ കവി, അയാൾ കവി തന്നെയെന്ന് വിചാരിക്കാം, അയാൾ വിചാരിക്കുന്നു അയാളുടെ പെൺമയെയാണോ ഇയാൾ ഇങ്ങനെ അഴിച്ചെറിഞ്ഞുകൊണ്ടിരുന്നത്? കാരണം റായും പാൻറ്റീസും പെണ്ണുടുപ്പുകളും എല്ലാം, ലേഡീസ് ചപ്പലും എല്ലാം വെളിയിലേക്ക് എറിയുന്നുണ്ട്. അയാളുടെ പെണ്ണിനെയാണോ, പെൺമയെയാണോ അയാൾ ഇങ്ങനെ അഴിച്ചെറിഞ്ഞുകൊണ്ടിരുന്നത് എന്ന് സ്വയം ഒരു ചോദ്യം ചോദിക്കുന്നു. അവസാനമായ കവി പറയുന്നത്, എനിക്ക് എന്നെയും ഇതുപോലെ അഴിച്ചെറിയണം, എന്നിലെ പുരുഷനെയും സ്ത്രീയെയും എല്ലാം അഴിച്ചെറിഞ്ഞ് എൻ്റെ ശുദ്ധ സത്തയിലേക്ക്, നഗ്ന സത്തയിലേക്ക് എനിക്ക് പ്രയാണം ചെയ്യണമെന്ന, ഒരുപക്ഷെ ആത്മീയം എന്ന് പറയാവുന്ന, മതേതരമായ അർത്ഥത്തിൽ, മതാതീതമായ അർത്ഥത്തിൽ ആത്മീയം എന്ന് പറയാവുന്ന ഒരു ധ്വനിയോട് കൂടിയിട്ടാണ് ഈ കവിത അവസാനിക്കുക. എന്തിനാണ് ഞാൻ ഈ കവിതയോട് ഉദ്ധരിച്ചതെന്നാൽ, എനിക്ക് പ്രിയപ്പെട്ട കവിതയാണത്, ഒരു സ്വകാര്യ കാരണം മാത്രമേ ആകുന്നുള്ളൂ അത്. ഇത്തരത്തിൽ കവിതയെ തന്നെ അഴിച്ചെറിഞ്ഞുകൊണ്ട് അതിന്റെ ശുദ്ധ സത്തയിലേക്കോ, അതിന്റെ സ്വച്ഛന്ദ സത്തയിലേക്കോ യാത്ര ചെയ്യുന്ന കാലയളവാണിത് മലയാള കവിതയെ സംബന്ധിച്ച്.
കവിതയുടെ മുദ്രകൾ, കവിത്വ മുദ്രകൾ, കവിതാ മുദ്രകൾ ഓരോന്നായി അഴിച്ചെറിഞ്ഞ് കവിത അതിൻ്റെ നഗ്നവും നിർമ്മലവും സ്വച്ഛന്തവുമായ കേവല രൂപത്തിലേക്ക് മാറിത്തീരുന്ന ഒരു കാലയളവ് എന്ന് വേണമെങ്കിൽ മലയാള കവിതയുടെ സമകാലത്തെ വിവരിക്കാം. ഒരുതരം ഭാരരാഹിത്യം, ഗൗരവരാഹിത്യം, ഒരുതരം ദ്രവത്വം പുതിയ മലയാള കവിതയുടെ, സമകാലിക മലയാള കവിതയുടെ സവിശേഷതയാണ്. എന്തുകൊണ്ട് ദ്രവത്വം എന്നാണെങ്കിൽ അതിനപ്പുറം ഖരത്വം ഉണ്ട് എന്നാണ് എന്നുള്ള മറുപടി. ഖരത്വം ആയിരുന്നു മലയാള കവിതയുടെ, ആധുനികാനന്തര മലയാള കവിതയുടെ, അല്ലെങ്കിൽ നാളിതുവരെയുള്ള മലയാള കവിതയുടെ മുഖ്യ സവിശേഷത എങ്കിൽ അത്തരം ഖരത്വങ്ങളെ, അത്തരം ഗൗരവങ്ങളെ, അത്തരം ദൃഢനിശ്ചയങ്ങളെ കൈയഴിഞ്ഞുകൊണ്ട് കവിയും കവിതയും സ്വയം അഴിച്ചെറിയുന്ന, ആകാവുന്നത്ര കവിയിൽ നിന്ന് കവിയെ അഴിച്ചെറിഞ്ഞുകൊണ്ട് കവിയും കവിതയും അതിൻ്റെ നഗ്ന രൂപത്തിലേക്ക് മാറിത്തീരുന്ന ഒരു കാലയളവ് എന്ന് 2000-ന് ശേഷമുള്ള, 2000-ന് ശേഷമാണോ? അല്ല, ഒരുപക്ഷെ 2010-ന് ശേഷമുള്ള. കാരണം 2000-ലൊക്കെ രാമനെ പോലുള്ള കവികൾ, ടി പി രാമനെ പോലുള്ള കവികൾ, റഫീഖ് അഹമ്മദിനെയും ജോസഫിനെയും അൻവറിനെയും പോലുള്ള കവികൾ വളരെ സജീവമാണെന്ന് മാത്രമല്ല, അവരുടെ പ്രധാന കാവ്യസമാഹാരങ്ങൾ, ആദ്യ കാവ്യസമാഹാരങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ട വർഷങ്ങളാണ് 1999 ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പുതുകവിത എന്ന പേരിൽ ഒരു ആധുനികാനന്തര ഭാവുകത്വം മലയാള കവിതയിൽ അടയാളപ്പെടുന്നത്. അതിൻ്റെ ആദ്യ സമാഹൃത രൂപം പുതുകവികളെ ഒരുമിച്ച് ഒരിടത്തൊരു പുസ്തകത്തിൽ സമാഹരിക്കുന്നത് പുതുമൊഴി വഴികൾ എന്ന പുസ്തകത്തിലൂടെയാണ്. ആ സമാഹരണം നിർവഹിച്ചത് ആറ്റൂർ രവിവർമ്മയാണ്. അദ്ദേഹമാണ് ഇതുപോലൊരു കാവ്യോത്സവം 1977 ഇതേ പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ സംഘടിപ്പിച്ചത് എന്നും ഓർത്തുകൊണ്ട് അതിൻ്റെ അവതാരികാരനായിരുന്ന KC നാരായണൻ ഇവിടെ സന്നിഹിതനാണ് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് അത്തരത്തിലൊരു സമാഹാരം ഇനി സാധ്യമേ അല്ല എന്ന വസ്തുതയിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കട്ടെ. സമകാലിക കവിതയുടെ ഒരു സമാഹാരം ഒരു ആറ്റൂർ വിചാരിച്ചാലും, ഒരു KC നാരായണനെ പോലെ പക്വമതിയായ ഒരു കാവ്യ വായനക്കാരൻ ശ്രമിച്ചാലും, ഇപ്പോൾ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു കവിതാ വായനക്കാരനെ കൊണ്ടും, ഒരു കവിതാ പഠിതാവിനെ കൊണ്ടും, ഒരു കാവ്യ നിരൂപനെ കൊണ്ടും സാധ്യമല്ലാത്ത വിധത്തിൽ പടർന്ന് ജഡിലമായി തീർന്നിട്ടുണ്ട്. കൂടി പിണഞ്ഞ് പടർന്ന് പരന്ന് ഒരു സർപ്പക്കാവിന്റെ സങ്കീർണതകളെ അത്രയും ആവിഷ്കരിക്കുന്നുണ്ട്. ഒരു കാടിന്റെ സങ്കീർണതകളെ അത്രയും ആവിഷ്കരിച്ചു തുടങ്ങിയിട്ടുണ്ട് സമകാലിക മലയാള കവിത. ഈ കാടിനെ പൂന്തോട്ടമാക്കുക എന്നുള്ളത് ദുഷ്കരമാണ്. പുതുമൊഴി വഴികളിലുള്ള കവികളുടെ എണ്ണം വിരലിലെണ്ണാവുന്ന കവികൾ, വിരലിലെണ്ണാവുന്ന കവിതകൾ. അവർ ആയിരുന്നു അക്കാലത്തെ ശ്രദ്ധേയരായ, അക്കാലത്തെ നിർണയിച്ച കവികളെന്ന പിൽക്കാലത്തിന്റെ സാക്ഷ്യപത്രം കൂടി നേടിയ ഒരു സമാഹാരമായിരുന്നു പുതുമൊഴി വഴികൾ. ആ സമാഹാരവും വളരെ കണിശമായിരുന്നു, കൃത്യമായിരുന്നു. അത് മലയാള കവിതയുടെ ഭാവിയിലേക്കുള്ള ഒരു ചരിത്ര രേഖയായി മാറുകയും ചെയ്തു. പക്ഷേ ഈ 2020 നമുക്ക് മലയാള കവിതയുടെ സമകാലത്തെ നിർത്തി അത്തരം ഒരു സമാഹാരം നിർമ്മിക്കാൻ ഇറങ്ങി പുറപ്പെട്ടാൽ കാക്കത്തുള്ള 1000 കവികളുടെയും നടുവിൽ നിന്ന് നട്ടം തിരിയുകയല്ലാതെ അതിനെ 10 കവികളിലേക്കോ 12 കവികളിലേക്കോ ചുരുക്കാനോ 50-100 കവികളിലേക്കോ പടർത്താനോ ആവില്ല. രണ്ടും ഒരുപോലെ അപര്യാപ്തവും അപൂർണവും ആയിരിക്കും. ഇതാണ് മലയാള കവിതയുടെ ഒരു ചിത്രം. അത് അതിൽ വൈവിധ്യമുണ്ട്, കവികളുടെയും കവിതകളുടെയും എണ്ണപ്പെരുപ്പമുണ്ട്. അത് കൃത്യമായ മാനദണ്ഡങ്ങളുടെ, അളവുകോലുകളുടെ പരിധിക്കുള്ളിൽ വഴങ്ങി മെരുങ്ങി നിൽക്കാൻ വിസമ്മതിക്കുന്നതുമാണ്. കാക്കപ്പറത്തം പോലെ ചിതറിപ്പറക്കുന്ന കവിതയാണ്. അതിനെ എണ്ണിത്തിട്ടപ്പെടുത്താനോ അതിൻ്റെ സവിശേഷതകളെ കൃത്യമായി അങ്കനം ചെയ്യാനോ അത്രമേൽ ദുഷ്കരമായിരിക്കുന്നു. ഇതൊരു തരത്തിൽ കവിതയുടെ അതിജീവന ശേഷിയുടെ ഈ 21-ാം നൂറ്റാണ്ടിലും ലോകം വളരെ കാവ്യ വിരുദ്ധവും സൗന്ദര്യ വിരുദ്ധവും സംസ്കാര വിരുദ്ധവും മനുഷ്യത്വ വിരുദ്ധവുമായി കഴിഞ്ഞ നൂറ്റാണ്ടിലും കവിത അതിജീവിക്കുന്നു എന്നതിൻ്റെ വലിയ ആഹ്ലാദകരമായ പ്രത്യാശാസ്പദമായ സൂചകം കൂടിയാണ്. കവിത ബഹുരൂപ വിചിത്രമായി തുടരുന്നു നമ്മുടെ ഇടയിൽ. കവിത എന്ന മാധ്യമത്തെ സ്വന്തം ആവിഷ്കരണ മാധ്യമമായി സ്വീകരിക്കുന്ന ആളുകളുടെ എണ്ണം ചുരുങ്ങുകയല്ല, പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രളയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കവിതയുടെ ഒരു പ്രളയം സംഭവിക്കുന്നു നമ്മുടെ ഇടയിൽ എന്നത് ഒരു തരത്തിൽ ആഹ്ലാദകരമാണ്. കാരണം കവിത അതിൻ്റെ സ്ഥിരരൂപങ്ങളിലും തുടരുന്നില്ല എന്നിരിക്കലും അനേക രൂപ വിചിത്രതകളോടുകൂടി അത് ഇപ്പോഴും
ആവിഷ്കരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. കവിതയിലൂടെ സ്വയം ആവിഷ്കരിക്കാൻ ഇച്ഛിക്കുന്ന ആളുകളുടെ എണ്ണം നാൾതോറും പെരുകിക്കൊണ്ടിരിക്കുന്നു എന്നത് ഒരു തരത്തിൽ സാംസ്കാരികമായി ആഹ്ലാദകരമായ ഒരു വസ്തുതയുമാണ്. കാരണം കാവ്യവിരുദ്ധമാണ് നമ്മുടെ ലോകം പൊതുവെ, സൗന്ദര്യ വിരുദ്ധമാണ്, മനുഷ്യത്വ വിരുദ്ധമാണ്, സംസ്കാര വിരുദ്ധമാണ്, യന്ത്രലോകമാണ്. നമ്മൾ ബുദ്ധിജീവികൾ, വായനക്കാർ, പ്രബുദ്ധർ, കലാകാരന്മാർ എന്ന് പറയുന്ന ആളുകളൊന്നും വാസ്തവത്തിൽ അത്രയൊന്നും പ്രബുദ്ധരോ മനുഷ്യരോ സഹൃദയരോ അല്ല എന്ന നടുക്കുന്ന ഭീകരമായ ഒരു വസ്തുതയുണ്ട്. ഒരു അനാവശ്യം പറയാം ഈ കൂട്ടത്തിൽ. അല്പനേരം മുൻപാണ് രാമൻ എന്ന് കേട്ടാൽ ചിരി വരും. കാരണം ഇയാൾക്ക് ഇവിടെ വരുന്നത് പട്ടാമ്പിക്കുളയിൽ ഇയാൾ വരുന്നത് ഇതിനു വേണ്ടിയാണോ എന്ന് രാമൻ ചിന്തിക്കാനിടയുണ്ട്. ഇവിടെ കാട് പിടിച്ചൊരു സ്ഥലമുണ്ടല്ലോ, കാട് പോലൊരു സ്ഥലമുണ്ടല്ലോ, ഒരു കാടിന്റെ ഒരു പ്രതീതി ജനിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ. അവിടേക്ക് ഞാൻ ഇവിടെ ഇരിക്കുന്ന ഒരു സുഹൃത്തും കൂടി പോയതിന്റെ ഉദ്ദേശം രാമൻ അറിയാം, സിഗരറ്റ് വലിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ സിഗരറ്റ് കുറ്റി വലിച്ചെറിഞ്ഞ് ഞങ്ങൾ അവിടെ നടക്കാൻ തുടങ്ങുമ്പോൾ വല്ലാത്തൊരു ശകാരം. നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, ഇതൊരു കലാ മേഖലയാണ്, ഇവിടെ ഇൻസ്റ്റലേഷൻ പോലെ എർത്താറ്റ് പോലെ എന്തോ സംഭവിക്കുന്നുണ്ട്. ആ കലാ പരിധിയിലാണ് ഞാൻ അതിക്രമിച്ച് കടന്ന് ഈ ആക്രമം പ്രവർത്തിച്ച ഈ അശ്ലീലം, ഈ ആഭാസതരം സിഗരറ്റ് വലിക്കുക എന്നുള്ളത്. അപ്പൊ ഈ കലാകാരികൾ എന്നോട് ആക്രോശിക്കുകയായിരുന്നു. Who are you? What are you doing? ഇന്ന് ഇംഗ്ലീഷിന്റെ ഒരു തരം മ്ലേച്ഛമായ ധിക്കാരത്തോടു കൂടി എന്നോട് ആക്രോശിക്കുകയായിരുന്നു. ഞാൻ സോറി പറഞ്ഞു, വീണ്ടും സോറി പറഞ്ഞു, 2 വട്ടം പറഞ്ഞു. വേണമെങ്കിൽ 3ാമത്തെ വട്ടവും പറയാൻ ഞാൻ ഒരുക്കമാണ്. എന്നെ ഹിംസിക്കരുത്, എന്നെ എന്താണ് ഇത്തരത്തിൽ ഇംഗ്ലീഷ് കൊണ്ടും ക്രുദ്ധമായ പ്രതികരണ വ്യഗ്രത കൊണ്ടും എന്നെ ഭസ്മീകരിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ സ്ഥലം വിട്ടു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പ്രബുദ്ധതയുടെ ഉള്ളിൽ, പ്രബുദ്ധതാ നാട്യങ്ങൾക്കുള്ളിൽ നമ്മൾ തീരെ ചെറിയ മനുഷ്യരായിക്കൊണ്ടിരിക്കുകയാണ്. അക്കിത്തത്തിന്റെ പഴയ കവിതയിൽ പറയും, അറിവ് വാമനനായി എന്ന് പറയും. നമ്മൾ അധോമുഖ വാമനരല്ലോ എന്ന് വൈലോപ്പിള്ളി പറയും. ഇത്തിരി വട്ടം മാത്രം കാണുന്നവർ, ഇത്തിരി വട്ടം ചിന്തിക്കുന്നവർ. ഇത്തരത്തിലുള്ളൊരു സങ്കോചവും നമ്മുടെ എല്ലാ വികാസങ്ങൾക്കും സമാന്തരമായി സംഭവിക്കുന്നുണ്ട്. മനുഷ്യനെ ആദരിക്കാൻ, അപരനെ ആദരിക്കാൻ, അവരിലെ മനുഷ്യത്വത്തെ ആദരിക്കാനുള്ള ശേഷി സങ്കോചിക്കുന്ന ഈ കാലയളവിൽ കുറച്ചു പേരെങ്കിലും കവികളായിരിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാവരും കവികളാവുന്നത് നല്ലതാണ്. കാരണം കവികൾ ഒരിക്കലും ഇത്തരത്തിൽ മനുഷ്യത്വ വിരുദ്ധമായി, സംസ്കാര വിരുദ്ധമായി, സൗന്ദര്യ വിരുദ്ധമായി പെരുമാറില്ല എന്ന വിശ്വാസത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഇപ്പോഴും ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഒരാളാണ് ഞാൻ. കവികൾക്ക് ഒരിക്കലും ഇത്തരത്തിൽ സംസ്കാര വിരുദ്ധമായി, സൗന്ദര്യ വിരുദ്ധമായി പെരുമാറാനാവില്ല. കവിത്വത്തിന്റെ തോത് ഏറെ കുറഞ്ഞു വരും. പലതരം കവികളുണ്ടല്ലോ, അതാണല്ലോ കവിതയുടെ സൗന്ദര്യം, പഴമയുടെ സൗന്ദര്യം അല്ലെ. കുമാരനാശാൻ കവിയായിരുന്ന കാലത്ത് വള്ളത്തോളം ഉണ്ടായിരുന്നു, ഉള്ളൂരും ഉണ്ടായിരുന്നു, അത്രയൊന്നും പ്രമുഖരല്ലാത്ത ഒട്ടനവധി കവികളും ഉണ്ടായിരുന്നു. അക്കാലത്താണ് കവിരാമായണം, കവിഭാരതമൊക്കെ എഴുതപ്പെട്ടത്. ഒരു മഹാഭാരത കഥയിലുള്ള അത്രയും കഥാപാത്രങ്ങളുടെ അത്രയും കവികൾ ഉണ്ടായിരുന്നു കേരളത്തിൽ. അതുകൊണ്ടാണ് കവിഭാരതവും കവിരാമായണവും എഴുതാൻ ആ കവികൾക്ക്, മുലൂരിനെ പോലുള്ള കവികൾക്ക് സാധിച്ചത്. ഇത്തരത്തിലുള്ള വൈവിധ്യം തന്നെയാണ് ഇക്കാലത്തെ നിർണ്ണയിക്കുന്നത്. പക്ഷേ പ്രമുഖരായി കൂട്ടത്തിൽ നിന്ന് എഴുന്നു നിൽക്കുന്ന കവികൾ ആര്, അവരെ ചൂണ്ടിക്കാട്ടുക പ്രയാസമായിരിക്കുന്നു. എങ്കിലും ഞാൻ നിങ്ങൾക്ക് കാണാവുന്ന പോലെ ഒരു സഞ്ചി നിറയെ കവികളെയും അവരുടെ കവിതകളെയും പേറിക്കൊണ്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എൻ്റെ കയ്യിൽ എനിക്ക് സംഭരിക്കാനായ അത്രയും യുവകവിതാ പുസ്തകങ്ങൾ, യുവകവികളുടെ സമാഹാരങ്ങൾ പേറുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത്. ആ കവിതകൾ കാണുന്നത് മുഖ്യ സവിശേഷതയാണ് ഞാൻ ദ്രവത്വം എന്ന് വിശേഷിപ്പിച്ചത്. വലിയ ഗൗരവ നാട്യങ്ങളില്ലാത്ത, കവിതയെ ഒരു സംഭവിക്കലായി കാണുന്ന, കവി എഴുതുന്ന ഒരു സവിശേഷ ആവിഷ്കരണ രൂപമാണ് കവിത എന്ന ഭാവം പോലും ഇല്ലാതെ ഞാൻ എഴുതുമ്പോൾ കവിത സംഭവിക്കുന്നു യാദൃച്ഛികമായി. ഓരോ കവിതയും അതാതിന്റെ രൂപത്തിൽ, അതാതിന്റെ പുതുമയോടുകൂടി ആവിർഭവിക്കുന്നു എന്ന മട്ടിൽ മറ്റൊരു പൂർവബോധങ്ങളും ഇല്ലാതെ, പൂർവബോധത്തിന്റെ ശാഠ്യങ്ങളൊന്നും ഇല്ലാതെ കവികൾ വളരെ സ്വച്ഛന്തമായി സ്വയം ആവിഷ്കരിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് കവിത എന്ന നില മലയാള കവിതയ്ക്ക് വന്നു ചേർന്നിരിക്കുന്നു. മറ്റൊന്ന്, നമ്മൾ ഗാലോസ് ഹ്യൂമർ എന്ന് പറയുന്ന ഒരുതരം ഫലിതബോധമുണ്ട്. തൂക്കുമര ഫലിതം എന്നാണ് മലയാളത്തിൽ പറഞ്ഞു കേട്ടിട്ടുള്ളത്. വളരെ ബാലമായ, വളരെ പ്രത്യാശാരഹിതമായ ഒരു ജീവിത സന്ധ്യയിൽ നിന്നുകൊണ്ട് ചിരിക്കുന്ന ചിരിയാണ് ഗാലോസ് ഹ്യൂമർ എങ്കിൽ അത്തരം ചിരിയാണ് ഒരുപക്ഷെ മലയാള കവിതയുടെ സമകാലത്തെ നിർണയിക്കുന്ന മറ്റൊരു പുതുമുദ്ര. പ്രണയത്തെയും മരണത്തെയും ഏകാന്തതയെയും എല്ലാം
ചിരിച്ചുകൊണ്ട് മറികടക്കാമെന്ന് പുതിയ കവികൾ വിചാരിക്കുന്നു. കുറെ വർഷങ്ങൾക്ക് മുൻപ് അൻവർ അലി എന്ന കവി എഴുതിയിട്ടുണ്ട്, ചിരി വരുന്ന കരച്ചിലും ചങ്ങാടം ഇതിലിരിക്കാൻ വരുന്നുവോ ചങ്ങാതി. ഈ ചിരി വരുന്ന കരച്ചിൽ, ചിരിയും കരച്ചിലും തമ്മിലുള്ള കൂടിപ്പിണച്ചിൽ, ചിരിച്ചുകൊണ്ടുള്ള കരച്ചിൽ, കുലുങ്ങി കരയുക എന്ന അർത്ഥം പറയും. അതുപോലുള്ള കുലുങ്ങി കരച്ചിലിന്റെ, ചിരിയും കരച്ചിലും തമ്മിലുള്ള കലർപ്പിന്റെ മാതൃകകൾ സുലഭമായുണ്ട് പുതു മലയാള കവിതയിൽ. ഞാൻ ആദ്യം പറഞ്ഞ കവിതയെ അഴിച്ചെറിഞ്ഞ്, കവിതയുടെ ഇന്നുവരെയുള്ള എല്ലാ ആഭരണങ്ങളെയും ആടയാഭരണങ്ങളെയും അഴിച്ചെറിഞ്ഞ് ആഭരണങ്ങളെയും ഉപേക്ഷിച്ച് കവിത ആയിത്തീരാൻ, വെറും കവിതയായിത്തീരാൻ ആഗ്രഹിക്കുന്ന കവിതകളാണ് ഇപ്പോൾ എഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വളരെ വിചിത്രമായ, ആധുനികതയുടെ പരീക്ഷണ കാലഘട്ടത്തിൽ പോലും ഉണ്ടായിട്ടില്ലാത്ത വിധം വിചിത്രമായ രൂപങ്ങൾ അന്വേഷിക്കുന്നുണ്ട് പുതിയ കവികൾ. ഒരു പുസ്തകം മാത്രം ഞാൻ സൂചിപ്പിക്കട്ടെ. 2017 പ്രസിദ്ധീകരിക്കപ്പെട്ട ടണൽ 33 എന്ന കിങ് ജോൺസ് എന്ന കവിയുടെ പുസ്തകം. അതിൽ ആഖ്യാനമുണ്ട്, കഥാപാത്രങ്ങളുണ്ട്, സന്ദർഭങ്ങൾ, ഭിന്ന സന്ദർഭങ്ങളുടെ മേളനമുണ്ട്, വിചിത്രമായ ഘടനകളുണ്ട്. ഈ ടണൽ 33 തന്നെ വിചിത്രമായ ഒരു സംജ്ഞയാണ്. ഇന്ത്യയുടെ വടക്ക് എവിടെയുള്ള സിംലയിലോ മറ്റോ ഉള്ള ഒരു തുരങ്കം, ഒരു തീവണ്ടി കടന്നു പോകാനുള്ള തുരങ്കത്തിന്റെ പേരാണ് ടണൽ 33. 2 തുരങ്കങ്ങൾ നിർമ്മിച്ച് അവയെ കൂട്ടിമുട്ടിക്കാൻ നിയോഗിക്കപ്പെട്ട എഞ്ചിനീയർക്ക് അവയെ കൂട്ടിമുട്ടിക്കാൻ സാധിച്ചില്ല. 2 ഭാഗത്തുനിന്നായി 2 തുരങ്കങ്ങൾ നിർമ്മിച്ചു. ഒരിടത്ത് വെച്ച് അവ സന്ധിക്കേണ്ടതായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ നിർമ്മാണ പിഴ മൂലം അത് സംഭവിച്ചില്ല. അദ്ദേഹം ഒരു എഞ്ചിനീയർ എന്ന നിലയിൽ പരാജയപ്പെട്ടു. അപമാനിതനായി അദ്ദേഹം ആത്മഹത്യ ചെയ്തു. പിന്നീട് കൂടുതൽ പ്രഗത്ഭനായ ഒരു എഞ്ചിനീയർ സമാന്തരമായ ഒരു ടണൽ നിർമ്മിച്ചു. കവി പറയുന്നു, അതിന് സമാന്തരമായി മറ്റൊരു ടണൽ കൂടിയുണ്ട്. അത് ആത്മഹത്യ ചെയ്തവരുടെ ആത്മാക്കൾ കൂടി പാർക്കുന്ന ആത്മാക്കളുടെ, പ്രേതങ്ങളുടെ ടണൽ ആണ്. ഇങ്ങനെ 3-4 ടണലുകൾ, കൂട്ടിമുട്ടാത്ത 2 ടണലുകൾ, കൂട്ടിമുട്ടുന്ന 3ാമതൊരു ടണൽ, പിന്നീട് പ്രേതങ്ങളുടെ ഒരു ടണൽ. ഈ പ്രേതങ്ങളുടെ ടണലിനെയാണ് അദ്ദേഹം ടണൽ 33 എന്ന് വിളിക്കുക. ഭിന്ന ശബ്ദങ്ങളും ഭിന്ന കഥാസന്ദർഭങ്ങളും കഥാപാത്രങ്ങളും ഇട്ടകലർന്ന അതിവിചിത്രമായ രൂപസങ്കീർണത പ്രദർശിപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. കാരണം ഒറ്റയൊറ്റ കവിതകളുടെ സമാഹാരമല്ല ടണൽ 33. ഒരുപാട് കവിതകൾ, ഒരുപാട് കാവ്യശകലങ്ങൾ ചേർന്നൊരു കൊളാഷ് പോലെ ഒറ്റ കവിതയായി തീരുന്ന വലിയ രൂപസങ്കീർണത പ്രദർശിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് ടണൽ 33. നിങ്ങളത് വായിക്കണം, അന്വേഷിച്ച് കണ്ടെത്തണം. കാരണം പ്രശസ്തനല്ല ഈ കവി, എനിക്കും അറിയില്ല അയാൾ ആരാണ്. അയാളുടെ പേര് തന്നെ കിങ് ജോൺസ് എന്നാണോ എന്ന് എനിക്കറിയില്ല. കാരണം കിങ് ജോൺസ് എന്നൊരു മലയാളി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്, അല്ലേ? കിങ് ജോൺസ് എന്ന് മാതാപിതാക്കൾ ഒരു കുട്ടിക്ക് പേരിടാനുള്ള സാധ്യതയും കുറവാണ്. പ്രിൻസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് എന്ന് പറയുന്നത്. അപ്പൊ പ്രിൻസ് ആണ് കിങ് ആയിട്ട് മാറുന്നത്. അപ്പോ അങ്ങനെ മാറട്ടെ മലയാള കവിതയിൽ അദ്ദേഹം. പ്രസാധകരും അത്ര പ്രശസ്തമായ ഒരു പ്രസാധന സ്ഥാപനമല്ല ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. നിങ്ങൾ ഒരിക്കലും മടുപ്പിക്കാത്ത, രൂപപുതുമ കൊണ്ടും രൂപപലമ കൊണ്ടും നിങ്ങളെ സൽക്കരിക്കുന്ന പുസ്തകമാണ് കിങ് ജോൺസിന്റെ ടണൽ 33 എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് കവിതകൾ, പുതു കവിതകൾ, സവിശേഷമായ ഉള്ളടക്കം കൊണ്ടും സവിശേഷമായ ഭാവ സവിശേഷത കൊണ്ടും ഭാവപരമായി സവിശേഷപ്പെടുന്ന ചില കവിതകൾ മാത്രം വായിച്ചുകൊണ്ട്, ഞാൻ ആദ്യം പറഞ്ഞ ചിരി വരുന്ന കരച്ചിൽ, വികൃതമായ, ഓടിപ്പോയ, അല്ലെങ്കിൽ തൂക്കുമര ഫലിതം എന്ന് പറയാവുന്ന വിധം ദാരുണമായ അവസ്ഥകളെ ചിരിച്ചുകൊണ്ട് മറികടക്കുന്ന ചില കവിതകളെ മാത്രം പരിചയപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കാം. കവിതകൾ ഹൃദിസ്ഥമായിട്ടുള്ള ഒരാൾക്ക് പോലും ഒരു പുതുകവിത ഹൃദിസ്ഥമായി തീരുക അസാധ്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം പദ്യകവിതകളാണ് ഹൃദിസ്ഥമാക്കാൻ എളുപ്പം. അതേ സാധിക്കൂ. ഒരു ഗദ്യകവിത ഹൃദിസ്ഥമായി തീരാനുള്ള പ്രയാസത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. അത് ഗദ്യകവിതയുടെ പരിമിതിയൊന്നുമല്ല. കാരണം പദ്യത്തിന് ഹൃദിസ്ഥതയിലേക്ക് നയിക്കുന്ന പല സവിശേഷതകളുണ്ട്. അതിൻ്റെ ഘടനാപരമായ നിയതത്വം, അതിൻ്റെ താളം, ഇതെല്ലാം നമ്മുടെ ഓർമ്മയിൽ തന്നു. പക്ഷെ ഗദ്യകവിത അത്ര എളുപ്പമല്ല, അല്ലെ? നിരൂതയുടേതായാലും ഗദ്യകവിത ഓർമ്മിക്കുക പ്രയാസമാണ്. പക്ഷെ പുതിയ കവിതയുടെ മാധ്യമം ഗദ്യമാണ്. പൂർണ്ണമായും നിശേഷമായും ഗദ്യമാണ്. പൂർണ്ണമായും പദ്യം മലയാള കവിതയിൽ റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴും പദ്യം എഴുതുന്ന കവികളുണ്ട്, പക്ഷെ അവർ ഈ തലമുറയിലെ ഈ 2010 ശേഷം വന്ന കവികളല്ല. ഈ 2010 ശേഷം വന്ന 21ാം നൂറ്റാണ്ടിൽ ആവിർഭവിച്ച കവികൾ ആരും പദ്യം എഴുതാറേയില്ല.
ടി രാമൻ പദ്യം എഴുതുന്നുണ്ട്, പി രാമേന്ദ്രൻ പദ്യം എഴുതുന്നുണ്ട്. പക്ഷെ അതിനുശേഷം വന്ന ഒരൊറ്റ കവിയും, ഒരു യുവകവിയും, യുവകവി എന്ന് ഞാൻ ആവർത്തിച്ച് പറയുമ്പോൾ അതിനൊരു നിർവചനം ആവശ്യമുണ്ട്. രാമനോട് ഞാൻ ചോദിച്ചു, ആരാണ് യുവകവി, എന്താ എൻ്റെ മാനദണ്ഡം, എന്താ എൻ്റെ പരിധി, എത്ര വയസ്സ് വരെ യുവകവിക്ക് യുവകവിയായി തുടരാനാകും എന്ന് ചോദിച്ചു. ഇത് പറയുമ്പോൾ ഒന്നുകൂടി പറയാനുണ്ട്, കവിതയിൽ പ്രായം ഒരു മാനദണ്ഡമല്ല. ഇന്നെഴുതുന്ന ആളുകളെല്ലാം ഇന്നിന്റെ കവികളാകണം എന്നും ഇല്ല. സമകാലത്തിൽ ജീവിക്കുകയും എഴുതുകയും ചെയ്യുന്ന എല്ലാ കവികളും സമകാലിക കവികളല്ല. നമുക്കറിയാം, കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഊട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാട് എന്ന് പറഞ്ഞൊരു കവി ഉണ്ടായിരുന്നു. പൂന്താനത്തെ പോലെ, പൂന്താനത്തിന്റെ അത്ര പഴക്കമുള്ള ഒരു കവിയായിരുന്നു, നല്ല കവിയായിരുന്നു. പക്ഷെ അദ്ദേഹം ജീവിച്ചത് ഒരു ഭക്തി കവിതയുടെ കാലഘട്ടത്തിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പ്രായമോ കാലമോ ഇന്ന് എഴുതപ്പെട്ടതോ എന്ന ചോദ്യം കവിതയെ സംബന്ധിച്ച് വലിയ പ്രസക്തിയുള്ള ഒന്നല്ല. ഏറ്റവും പുതുമയുള്ള ഒരു കവിത ഒരുപക്ഷെ 70-ൽ സപ്തതി പിന്നിട്ട കെ എ ജയശീലനെ പോലൊരു കവിക്ക് എഴുതാൻ സാധിച്ചേക്കും. ഇനിയും എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹം. ഈ സമീപകാലത്ത് തെരുവിലെ നായ്ക്കൾ എന്നൊരു കവിത വായിച്ചു ജയശീലൻ മാഷിന്റെ. തെരുവിലെ നായ്ക്കൾ ഏറ്റവും പുതിയ കവിതയാണ്. അദ്ദേഹത്തിന്റെ പ്രായമാണ്. പക്ഷെ രാമൻ എനിക്ക് എന്നോട് പറഞ്ഞ ആ മാനദണ്ഡം എന്ന് പറയുന്നത് 40 വയസ്സിലപ്പുറം പോകാത്ത കവികൾ എന്നാണ്. നിർഭാഗ്യവശാൽ പല കവികളുടെയും ബയോഡേറ്റയിൽ ജനന വർഷം ഉണ്ടാകാറില്ല. സ്ത്രീകൾക്ക് ആണെങ്കിൽ, കവി ഒരു സ്ത്രീ ആണെങ്കിൽ ഒരു കാരണവശാൽ ആ വർഷം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല. ഇപ്പൊ പുരുഷന്മാരും ആ രീതി പിന്തുടർന്ന് കാണുന്നു. പല കവികളുടെയും സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ജനന വർഷം കാണില്ല. കുള്ളൂർ വിൽസൺ ജനിച്ച വർഷം ഏതാണെന്ന് എനിക്കറിയില്ല. കണ്ടാൽ ചെറുപ്പക്കാരനാണ്. 75 ജനിച്ച കുള്ളൂർ വിൽസൺ യുവകവിയല്ല എന്നൊക്കെ പറയേണ്ടി വരും. പക്ഷെ അങ്ങനെ പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. കാരണം വിൽസൺ എനിക്ക് യുവകവിയാണ്. വിൽസൺ എന്ന യുവകവിയുടെ സാന്നിധ്യം മലയാള കവിതയുടെ യുവത്വത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇവിടെ ടി കെ മുരളീധരൻ ബോംബെയിൽ നിന്ന് വന്നിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. ടി കെ മുരളീധരൻ യുവകവിയേ ഈ പ്രായ കണക്ക് വെച്ച് നോക്കിയാൽ 40 വയസ്സിന്റെ കള്ളിയിൽ ഒതുങ്ങാത്ത യുവകവികൾ 2 പേരെ ഞാൻ ചൂണ്ടിക്കാട്ടിയെന്നേ ഉള്ളൂ. പക്ഷെ ഈ യുവകവികൾ ഇല്ലാതെ എങ്ങനെയാണ് യുവകവിത സാധ്യമാവുക എന്ന വളരെ സത്യസന്ധമായ ആത്മാർത്ഥമായ സന്ദേഹവും എനിക്കുണ്ട്. കാരണം ഇവരെല്ലാം 40 കടന്നു. 40 കടക്കുക എന്ന് പറഞ്ഞാലല്ലേ, രാമനും എനിക്കും ഒക്കെ പ്രിയപ്പെട്ട ഒരു കവിതയുണ്ട്, മെൻ ഇൻ 40. 40 എത്തിയ പുരുഷന്മാരെ പറ്റിയാണ് ഈ കവിത. 40 വയസ്സിലെത്തിയ പുരുഷന്മാർ കണ്ണാടി നോക്കുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛൻ്റെ ഛായ ഇല്ലേ എന്ന് തോന്നി തുടങ്ങും. ഞാൻ എൻ്റെ അച്ഛനെ പോലെ ആയി തുടങ്ങിയില്ലേ എന്ന വളരെ സ്വാഭാവികമായ ജിജ്ഞാസയോടുകൂടി സ്വന്തം മുഖം കണ്ണാടിയിൽ നോക്കി തുടങ്ങുന്നതാണ് 40 കടന്ന, 40-ലെത്തിയ 40-ലേക്ക് പ്രവേശിച്ച പുരുഷന്റെ മനോഭാവത്തെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാന സവിശേഷത എന്ന് പറയുന്ന ഡൊണാൾഡ് ജസ്റ്റിസ് എന്ന വലിയ പ്രശസ്തനല്ലാത്തൊരു കവിയുടെ ഒരു നല്ല കവിതയുണ്ട്. അപ്പോൾ ഈ ഇപ്പോഴും കണ്ണാടിയിൽ തന്നെ കാണുന്ന കവികളെയാണ് ഒരു പക്ഷേ യുവകവി എന്ന് വിളിക്കേണ്ടത്, തൻ്റെ അച്ഛനെ കാണുന്ന കവികളെയല്ല. അപ്പോൾ വിൽസൺ അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. മുരളീധരൻ ഇപ്പോൾ മുരളീധരന്റെ അച്ഛനെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് കവിതയുടെ കണ്ണാടിയിൽ. അപ്പൊ ഇതൊരു വലിയൊരു പ്രതിസന്ധിയാണ്. യുവ കവിത എന്ന ഒരു വിഷയം, ഒരു പ്രമേയ പരിസരം നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കുകയും ഈ തോട്ടത്തിൽ യുവകവികൾ എല്ലാവരും ഉൾപ്പെടാനാകാതിരിക്കുകയും അവർ പലരും ഈ തോട്ടത്തിന്റെ വേലിക്കെട്ടിന് പുറത്താവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലിരിക്കെ തന്നെ അത്തരം കർക്കശമായ മാനദണ്ഡങ്ങളൊന്നും ഉപയോഗിക്കാതെ ചില കവികളെ വായിക്കുകയും പരിചയപ്പെടുത്തുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി ഒരു നിമിഷം ഒന്ന് എന്നോട് സഹകരിക്കാൻ. ഞാൻ ഈ ഒരു സഞ്ചി നിറയെ കവിതകളാണ് തരുന്നത്. ഈ കവികളെ എനിക്ക് വാരി പിടിക്കാത്ത കവികളൊന്ന് പുറത്തെടുക്കാൻ അനുവദിക്കുക. ഇതൊരു റാൻഡം സെലക്ഷൻ ആണ്. നിങ്ങൾ കണ്ടു കാണുമല്ലോ, തത്ത ചീട്ട് കൊത്തുന്ന പോലെ ഇങ്ങനെ വെറുതെ എടുത്തതാണ്. പിന്നെ രസകരമായ വസ്തുത, ഈ പറഞ്ഞ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ പ്രാരംഭത്തിൽ, ഒരുപക്ഷെ 1900 മുൻപാണ് നമ്മൾ ആദ്യം സൂചിപ്പിച്ച കവി ഭാരതം എഴുതപ്പെടും, കവി രാമായണം. അക്കാലത്ത് കുമാരനാശൻ അതിൽ കിട്ടിയ റോളെന്ന് പറയുന്ന ഗവയൻ എന്ന് പറയുന്ന പേരും ഊരും ഒന്നും വ്യക്തമല്ലാത്ത ഒരു വാനരന്റെ റോളാണ്. ആ പദവിയിൽ നിന്നാണ് 2 പതിറ്റാണ്ട് കൊണ്ട് ആശാൻ, അല്ലെങ്കിൽ 2.5 പതിറ്റാണ്ട് കൊണ്ട് ആശാൻ രാമായണത്തിലെ കേന്ദ്ര കഥാപാത്രമായി, കവിരാമായണത്തിലെ കേന്ദ്ര കഥാപാത്രമായി, മലയാള കവിതാവിന്റെ കവിരാമായണത്തിലെ കേന്ദ്ര കഥാപാത്രമായി
തൊട്ടടുത്ത വർഷങ്ങളിൽ അല്ലെങ്കിൽ നാളുകളിൽ. ഇക്കൂട്ടത്തിൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിടെ ശ്രദ്ധേയരായിത്തീർന്ന ആദ്യ കവികളായി എനിക്ക് തോന്നുന്നത് എസ്കലേഷും ലതീഷ് മോഹനുമാണ്. ആദ്യമായിട്ടൊരു വ്യത്യസ്ത സ്വരം പുറപ്പെടുവിച്ച രണ്ട് കവികൾ, യുവ കവികളുടെ കൂട്ടത്തിലെ. ഇപ്പൊ അവരും ഇപ്പോൾ യുവകവികൾ അല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ക്രമേണ യുവകവികൾ അല്ലാതായിക്കൊണ്ടിരിക്കുകയും ആദിലിനെ പോലുള്ള യുവ കൗമാര കവികൾ യുവകവികളായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ആദിലിനെ കൗമാരം പിന്നിട്ടിട്ടില്ല, യുവത്വത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൗമാര യുവകവികളും കുമാരകവികളും അല്ലെ, കുമാരകവി എന്നുള്ള കുമാരനാശാനൊന്നും തെറ്റിദ്ധരിക്കരുത്, കുമാരകവികളും നമ്മുടെ ഒപ്പമുണ്ട്. കുമാരകവി ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ലതീഷ് മോഹന്റെ രണ്ടാമത് സമാഹാരമാണ് ക്ഷാവലിക്കുന്ന വണ്ടികൾ എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനു മുൻപ് ആദ്യമായിട്ട് ഞാൻ വായിച്ച് ആസ്വദിച്ച ലതീഷിന്റെ ഒരു കവിത ഈ ചങ്ങനാശ്ശേരികൾ എന്തിന്, തിരുവല്ലയ്ക്കും കോട്ടയത്തിനിടയിൽ എന്തിനാണ് ചങ്ങനാശ്ശേരി? കാരണം നമുക്ക് പോകേണ്ടത് തിരുവല്ലയിലേക്കാണെങ്കിൽ അതിനിടയിൽ എന്തിനാണ് ഒരാവശ്യവുമില്ലാത്ത ഈ ചങ്ങനാശ്ശേരി? ആ ചോദ്യം ഒരുപക്ഷെ ചങ്ങനാശ്ശേരിയെ പറ്റിയും ട്രാഫിക്കിനെ പറ്റിയും മാത്രമുള്ള ഭൂമിശാസ്ത്രപരമായ അല്ലെങ്കിൽ ഈ സ്ഥലത്തിൻ്റെയും ദൂരത്തിൻ്റെയും യാത്രയിലെ ദുർഘടത്തിൻ്റെയും പ്രശ്നം മാത്രമല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കവിക്കെത്തേണ്ടത് കവിതയിലേക്കാണ്, കവിത എന്ന വിനിമയത്തിലേക്കാണ്. അതിനിടയിൽ എന്തിനാണ് ഈ ചങ്ങനാശ്ശേരി? ചങ്ങനാശ്ശേരി അപ്പോൾ അതുവരെയുള്ള കവിതാ ശൈലിയാകാം, കവിതാ രീതിയാകാം. ഈ ചങ്ങനാശ്ശേരി അങ്ങ് മാറ്റി കളഞ്ഞാൽ എളുപ്പം അവിടെ എത്താം. എത്തേണ്ടിടത്ത് തിരുവല്ലയിലാണെങ്കിൽ അവിടെ, ചെങ്ങന്നൂരാണെങ്കിൽ അവിടെ എത്തിച്ചേരാം എന്നതുകൊണ്ട് ഇതുവരെയുള്ള കാവ്യ വഴക്കങ്ങളുടെ ചങ്ങനാശ്ശേരിയെ റദ്ദ് ചെയ്തുകൊണ്ട് വേണം എനിക്ക് എൻ്റെ കവിതയിൽ, എൻ്റെ കാവ്യ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ എന്ന് കൂടി പറയുന്ന ഒരു കവിതയാണ് അത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുശേഷമാണ് റിക്ഷ വലിക്കുന്ന വണ്ടികൾ. അവിടെ നമുക്കത് കാണാം. റിക്ഷ വലിക്കുന്ന കുതിരകളിൽ നിന്ന് റിക്ഷയുടെ ആദ്യ അക്ഷരം മായ്ച്ചു കളഞ്ഞാൽ കിട്ടുന്ന റിക്ഷ വലിക്കുന്ന കുതിരകളായിരിക്കും അല്ലെ. റിക്ഷ വലിക്കുന്ന കുതിരകളെ റിക്ഷ വലിക്കുന്ന വണ്ടികളാക്കി ഒരു അക്ഷരം മായ്ച്ചു കളഞ്ഞുകൊണ്ട് ക്രീഡിക്കുന്ന ഈ ക്രീഡാപരത, ഒരുപക്ഷെ ഒരുതരം ഉന്മാദം, ഒരുതരം അയുക്തിയുടെ കേളി, ലീല, ഇതാണ് ലതീഷിന്റെ കവിതയുടെ ഒരു സവിശേഷതയായി എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളെ അപരിചിതമായ ഭ്രമരൂപങ്ങളിലൂടെ അമ്പരപ്പിച്ചുകൊണ്ട് ഒരുതരം അയുക്തികതയുടെ കവിത നിർമ്മിക്കുന്നു ലതീഷ് മോഹൻ. പിന്നെ വരുന്ന ഒരാൾ കഴിഞ്ഞ വർഷം നിലച്ചിരിക്കാതെ പെട്ടെന്ന് അതിപ്രശസ്തനായി തീർന്ന എസ്കലേഷ് എന്ന കവിയാണ്. കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ വർഷം നവംബർ മാസം 30-ാം തീയതി എസ്കലേഷ് ഉറങ്ങി ഉണർന്നപ്പോൾ കലേഷ് അമ്പരപ്പോടുകൂടി മനസ്സിലാക്കി ഞാനിപ്പോൾ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രശസ്തനായ കവിയാണ്. ഈ കവിയെ കവിതയിലൂടെ ഞാൻ പരിചയപ്പെടുന്നത് അന്ന് ഏതാണ്ട് ഒരു 10 വർഷം മുൻപാണ്. അപ്പോൾ കലേഷും പരിധി കടക്കാൻ ഒരുങ്ങി നിൽക്കുന്ന കവിയാണ്. 40ലേക്ക് മുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും പ്രായം കൊണ്ട്. ആ കവിത ചന്ദ്രൻ ഉദിക്കുമ്പോൾ എന്നൊരു കവിതയായിരുന്നു. ചന്ദ്രൻ ഉദിക്കുന്ന വൈകുന്നേരം ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ലളിതമായ സാധാരണമായ പകിട്ട് കുറഞ്ഞ സംഭവങ്ങളെ വിവരിച്ചുകൊണ്ട് ചന്ദ്രൻ എന്ന കേന്ദ്രബിംബത്തെ മുൻനിർത്തി കുഗ്രാമത്തിലെ ജീവിതത്തിന്റെ, പകിട്ട് കുറഞ്ഞ ജീവിതത്തിന്റെ സൗന്ദര്യം എന്ത് എന്ന് വളരെ പതിഞ്ഞ മട്ടിലുള്ള ഗദ്യത്തിൽ വിവരിക്കുന്ന മനോഹരമായ കവിതയായിരുന്നു അത്. അവിടെ അന്ന് കലേഷിന്റെ രണ്ടാമത്തെ സമാഹാരം വന്നു, ശബ്ദമഹാസമുദ്രം എന്ന പേരിൽ. അതിലെന്റെ ഓർമ്മയുള്ള ഒരു കവിത മാത്രം പറയട്ടെ. ഒരു തീവണ്ടിയിലെ യാത്രക്കാരെ സംബോധന ചെയ്തുകൊണ്ട് കവി ചോദിക്കുകയാണ്, ഈ തീവണ്ടിയിൽ ഇപ്പോൾ യാത്ര ചെയ്യുന്ന യാത്രക്കാരെ ഒരു 100 വർഷം കഴിഞ്ഞാൽ നമ്മൾ ആരും ഈ ഭൂമിയിൽ ഉണ്ടാവില്ലല്ലോ അല്ലേ. ഒരു തരത്തിലുള്ള കേവല നാടൻ അല്ലെങ്കിൽ തത്വചിന്താപരമായ നാട്യങ്ങളൊന്നും ഇല്ലാത്തൊരു ദാർശനികതയുണ്ട് അതിൽ. ഒരു തീവണ്ടി സങ്കല്പിക്കുക, തീവണ്ടിയിൽ അനവധിയായ യാത്രക്കാർ, പല പ്രായക്കാർ, പല പേരുകാർ. ഈ യാത്രക്കാരൊന്നും ഒരു 100 വർഷം കഴിഞ്ഞാൽ ഈ ഭൂമുഖത്തെ ഉണ്ടാവില്ലല്ലോ. ഇത്തരത്തിൽ വളരെ ക്ഷണികമായ പങ്കുരമായ നശ്വരതയുടെ തീവണ്ടിയിലാണല്ലോ നമ്മൾ ഈ 21ാം നൂറ്റാണ്ടിലും യാത്ര ചെയ്യുന്നത് അല്ലെ. ആശാനിൽ നിന്ന് കലേഷിലേക്ക് വരുമ്പോൾ ഒരു മാറ്റം അതാണ്. ആ പുഷ്പമേ എന്ന് തുടങ്ങുന്ന വീണപൂല നശ്വരതാബോധം ഇത്തരത്തിൽ ദാർശനിക നാട്യങ്ങളില്ലാത്ത ദാർശനികതയായി
സരളമായിത്തീരുന്നു, ഋജുവായിത്തീരുന്നു, ലഘുവായിത്തീരുന്നു, എല്ലാം ലഘുവായിത്തീരുന്നു. പുതിയ കവിതയിൽ വേണമെങ്കിൽ സാമാന്യവൽക്കരിക്കാം. സാമാന്യവൽക്കരണത്തിന് വഴങ്ങാത്ത കവിതയാണ് അതെങ്കിലും. അപ്പോൾ ഈ റാൻഡം സെലക്ഷനിൽ എൻ്റെ കയ്യിൽ കിട്ടിയ കവിതകൾ എന്ന് പറയുന്നത്, ഒന്ന് വളരെ സമീപകാലത്ത് ഇറങ്ങിയ അമ്മുദേവിയുടെ കരിൻകുട്ടി എന്ന പുസ്തകം. ഇതിൽ പല കവിതകളും ഞാൻ നന്നായി രസിച്ചു വായിച്ചു. കാരണം അമ്മു കവിത എഴുതുകയാണ് എന്ന വിചാരം ഏതുമില്ലാതെ എഴുതുമ്പോൾ അത് കവിതയാകുന്നു എന്നതാണ് അതിൻ്റെ ഒരു സവിശേഷത. അതിലൊരു കവിത, ഒരു കവിതയെങ്കിലും പൂർണ്ണമായി കൃത്യമായി വായിക്കണമല്ലോ. അത് ആ കവിയോടുള്ള കവിതയോടുള്ള ആദരവാണ് എന്നതുകൊണ്ട് എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയ ഈ പുസ്തകം നിറച്ചപ്പോൾ ആദ്യമായി എൻ്റെ കണ്ണിൽ ഉള്ളിൽ തറച്ച കവിത തന്നെ വായിക്കാൻ. ശലഭപ്പേടി എന്നാണ് കവിതയുടെ പേര്. ശലഭപ്പേടി ഒരുതരം ഫോബിയ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എനിക്ക് ശലഭപ്പേടിയില്ല. അമ്മു ദീപ എന്ന വ്യക്തിക്ക് അത്തരം പല പേടികളും ഉണ്ട് എന്ന് ഞാൻ കവിതയിൽ ഊഹിക്കുന്നു. ഒരിക്കൽ ഞാനൊരു സ്വപ്നം കണ്ടു. ചാരനിറത്തിലുള്ള വലിയ നിശാശലഭങ്ങൾ എന്റെ മുറിയുടെ ചുമരുകൾ നിറയെ ചിറകുകൾ നിർത്തിപ്പിടിച്ച് പറ്റിയിരിക്കുന്നു. ആവർത്തനം ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ചടങ്ങൊന്നുമില്ലല്ലോ. രണ്ടു വട്ടം വരികൾ ആവർത്തിക്കാനുള്ളൊരു ചടങ്ങൊന്നുമില്ലല്ലോ. ഒരു അനുഷ്ഠാനപരതയോട് ആ അനുഷ്ഠാനപരതയോട് അകലം പാലിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. മഞ്ഞയിൽ കറുത്ത വട്ടങ്ങളുള്ള കപട നേത്രങ്ങൾ എൻ്റെ പേടികളിലേക്ക് തുറിച്ചു വെച്ചുകൊണ്ട്, അല്ലെ, ഈ ശലഭ ചിറകിൽ ചില ഡിസൈനുകൾക്ക് തുറിച്ച കണ്ണിന്റെ, തുറന്ന കണ്ണിന്റെ, വട്ടക്കണ്ണിന്റെ ഭീഷണമായ ആകൃതിയുണ്ട് എന്ന് നമുക്കറിയാം. ആ കണ്ണാണ്, നോട്ടമാണ്, ഒരുപക്ഷെ ഒരു ഫെമിനിസ്റ്റിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മെയിൽ ഗെയ്സ് പോലുള്ള ഒരു നോട്ടമാണ് ഈ ശലഭ ചിറകിലെ വൃത്തങ്ങൾക്ക്. ഉണ്ടക്കണ്ണുകളാണ്, വട്ടക്കണ്ണുകളാണ്. ഫോബിയ എന്ന മഹാവ്യാധിയിൽ എനിക്ക് തിണർത്തു. ഫോബിയ എന്ന മഹാവ്യാധിയിൽ എനിക്ക് തിണർത്തു. ആ തിണർത്തു എന്ന വാക്കിന് അടിവരയോടുകൂടി നാക്കുൾവലിഞ്ഞു, ഉടൽ ഉറച്ചു, തൊണ്ടയിലെ ജലം വറ്റി. ഭയക്കുന്നതിനോട് അടുക്കുവാനുള്ള അജ്ഞാത പ്രേരണയാൽ, അല്ലെ, വെള്ളച്ചാട്ടം കാണുമ്പോൾ അതിനോടൊപ്പം എടുത്തിയാടാൻ, അതിലേക്ക് എടുത്തിയാടാൻ തോന്നുന്നത് പോലെ ഭയക്കുന്നതിനോട് അടുക്കുവാനുള്ള അജ്ഞാത പ്രേരണയാൽ മെല്ലെ മെല്ലെ ഞാൻ അവയുടെ അടുത്തു വന്നു നോക്കി. നിശാശലഭങ്ങളായിരുന്നില്ല, ഭർത്താവിൻ്റെ പുത്തൻ അടിവസ്ത്രങ്ങളായിരുന്നു അവ. വിശദീകരണങ്ങളില്ല, വ്യാഖ്യാനങ്ങളില്ല, ആവശ്യമില്ല. ഇത്തരത്തിലും ഒരു പെൺകവിത സാധ്യമാണ് ഇപ്പോൾ മലയാള കവിതയിൽ. സാവിത്രിരാജിയുടെ പ്രതിഷ്ഠയിലൊക്കെ കണ്ട അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വന്ന വീട്ടുപകരണമാണ് ഞാൻ എന്നതിലെ രൂപകാത്മകതയില്ലാതെ പലതും പറയുന്നു ഈ കവിത. അത് വളരെ സുവ്യക്തവുമാണ്, അത് വളരെ കാവ്യാത്മകവും ആണ്. പക്ഷെ കാവ്യാത്മകതയുടെ മുദ്രകളില്ല അതിന്, അല്ലേ? ഒരു ചിത്രശലഭം, ഒരു നിശാശലഭം എന്ന സുഗതകുമാരി കവിതയിലൊക്കെ കാൽപ്പനിക രൂപമായിരുന്ന നിശാശലഭം ഭർത്താവിന്റെ പുതിയ അടിവസ്ത്രമായി മാറുന്നതിലെ ഡി ചേർത്ത് പറയാവുന്ന അപകാൽപ്പനിക വൽക്കരണം എന്നൊക്കെ പറയേണ്ടതുണ്ട്, അല്ലേ? ഡി ഗ്ലാമറൈസേഷൻ, പരിവേഷങ്ങളെ അഴിച്ചു കളയൽ, കാവ്യപരിവേഷം അഴിച്ചു കളയൽ ഈ കവിതയുടെ സവിശേഷതയാണ്. ഇന്ന് ഞാൻ ഇങ്ങോട്ടുള്ള തീവണ്ടി യാത്രയിൽ വീണ്ടും വായിച്ച് വീണ്ടും ചിരിപ്പിക്കുന്ന കവികളാണ് ഇപ്പോൾ പലരും. പക്ഷെ അത് വെറും ചിരിയല്ലോ. ഇപ്പൊ കുളൂർ വിൽസൺ ഒരു കവിതയിൽ പറയുന്നത്, വെറും കവിയല്ല ഞാനെന്ന് എനിക്ക് ഈ ലോകത്തെ അറിയിക്കേണ്ടതുണ്ട്. വെറും കവിയല്ല ഞാനെന്ന് ഈ ലോകത്തെ അറിയിക്കേണ്ടതുണ്ട് എന്നതുപോലെ വെറും ചിരിയല്ല ഈ വെറും കവികളല്ലാത്ത കവികൾ ചിരിക്കുന്നത്. കെ പ്രമോദന് കുറച്ച് വർഷങ്ങളായി പുസ്തകം ഇറങ്ങിയിട്ട്. പ്രമോദൻ ഇപ്പോൾ വയസ്സെത്രയായെന്ന് എനിക്കറിയില്ല. 2009 ഇറങ്ങിയ പുസ്തകമാണ്. അപ്പോൾ ചിലപ്പോൾ പരിധി കടന്നിട്ടുണ്ടാവും. കവിതയുടെ പേര് നീലക്കുറിഞ്ഞികളാണ്. വളരെ കാൽപ്പനികമായ പേരാണ്. ടി പി രാജീവ് ഈ കവിത, ഈ തന്ത്രം പ്രയോഗിക്കുന്നുണ്ട് ഒരു കവിതയിൽ. നീലക്കുറിഞ്ഞി എന്ന പേരിൽ അത്രയൊന്നും കാൽപ്പനികമല്ലാത്ത, നിശേഷമായും തീരെ കാൽപ്പനികമല്ലാത്ത ഒരു കവിത. പുഴുങ്ങിയ ചേമ്പ് വായിലിട്ടപ്പോൾ നീലക്കുറിഞ്ഞി പൂത്തതുപോലെ തോന്നുന്ന ഒരു കവിതയില്ലേ? പുഴുങ്ങിയ ചേമ്പ് തൊണ്ടയിൽ കുടുങ്ങിയപ്പോൾ നീലക്കുറിഞ്ഞി പൂത്ത അനുഭൂതി ഉണ്ടായി. ആ കവിതയല്ല, പെട്ടെന്ന് നീലക്കുറിഞ്ഞികളുടെ ഒരു പടപ്പിലേക്ക് ചെന്ന് തുറക്കുന്നതിനെ പറ്റിയുള്ള കവിത. നീലക്കുറിഞ്ഞി എന്ന് കേട്ടാൽ മതി മലയാളിക്ക് വലിയ കാൽപ്പനിക രോമാഞ്ചം ഉണ്ടാകും. ഈ കവിതയുടെ പേര് നീലക്കുറിഞ്ഞികൾ എന്നാണ്. പക്ഷേ എന്താണ് കവിതയിൽ സംഭവിക്കുന്നത് എന്ന് നോക്കുക. 6ൽ പഠിക്കുമ്പോൾ ആയിരുന്നു
പ്രസംഗത്തിന് എനിക്ക് ഫസ്റ്റ്, ലളിതഗാനത്തിന് ശീലതേച്ചിക്ക്, മാപ്പിളപ്പാട്ടിന് ഹാഷിമിന്, അങ്ങനെ. കവിതയുടെ ഒരു നാട്യവും ഇല്ല, കാവ്യ ഭാഷയെ ഇല്ല. പക്ഷേ എ ഗ്രേഡുള്ള ഒരു സബ്ജില്ലയ്ക്ക് 6 ഗായകരും ഞാനും. പക്ഷേ ദേശഭക്തി ഗാനത്തിന് 7 ആൾ വേണം. ഗായകർക്ക് ശാന്ത ടീച്ചറുടെ വക അരമണിക്കൂർ റിഹേഴ്സൽ. ഓടി വിളയാട് പാപ്പ നീ ഒഴിന്തിരിക്കലാകാതെ പാപ്പ. ദേശഭക്തി ഗാനം, ഭാരതീയ പാട്ടാണ്. എനിക്ക് അച്യുതൻ മാസ്റ്ററുടെ വക 1.5 മണിക്കൂർ റിഹേഴ്സൽ. പാട്ടുകാർക്ക് അരമണിക്കൂർ റിഹേഴ്സൽ. പാട്ടുകാരനെ അല്ലാത്ത ഇയാൾക്ക് 1.5 മണിക്കൂർ മാഷുടെ വക റിഹേഴ്സൽ. ഓടി വിളയാട് പാപ്പ നീ ഒഴിന്തിരിക്കലാകാതെ പാപ്പ. കഴുത്തിലെ ഞരമ്പുകൾ എടുത്തു പിടിക്കണം, മുഖപേശികൾ വലിച്ചു മുറുക്കണം, ചുമലിടക്കിടെ പൊക്കുകയും താഴ്ത്തുകയും വേണം. കാരണം ദേശഭക്തി കൊണ്ട് ചുമലിടക്കിടെ ഇങ്ങനെ കുറിച്ച് പിടിക്കണം. അതാണ് ദേശഭക്തി ഗാനം പാടുന്ന ഗായകന്റെ ശരീര ഭാഷ അങ്ങനെ ആയിരിക്കണം. പൊക്കുകയും താഴ്ത്തുകയും വേണം ചുമൽ ഇടയ്ക്കിടെ. കണ്ണു തുറപ്പിച്ച് മുകളിലേക്ക് നോക്കണം. ദേശഭക്തിയാൽ കണ്ണു തുറക്കണം. എല്ലാം വരണം, ഒച്ച മാത്രം വരരുത്. കാരണം ഇയാൾ പാട്ടുകാരനല്ല, ബാക്കി 6 പേര് പാട്ടുകാരാണ്. ഇയാൾ ടീമിൽ 6, 7 എന്ന എണ്ണം ധരിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു പാവം ആണ് എന്ന് നമുക്ക് ഇതിനകം മനസ്സിലായിട്ടുണ്ട്. 2 ആഴ്ചത്തെ പരിശീലനം. എന്തിനാണ്? ഈ കണ്ണു തുറപ്പിക്കാനും ചുമൽ പൊക്കുകയും താഴ്ത്തുകയും ചെയ്യാൻ 2 ആഴ്ചത്തെ പരിശീലനം. അച്യുത മാഷ് പുറത്തു തട്ടി, സബാഷ്. സ്റ്റേജിൽ കയറി. സഹിക്കാൻ കഴിഞ്ഞില്ല ഭക്തി, ദേശഭക്തി. ഉറക്കപ്പാടി, ഊടി വിളയാട് പാപ്പ നീ ഒഴിന്തിരിക്കലാകാതെ പാപ്പ. ഗായക ശബ്ദമേ അല്ലാത്ത ഇയാളുടെ ശബ്ദത്തിൽ അയാൾ ഉറക്കപ്പാടി. മാഷ് പറഞ്ഞിട്ടുള്ളത് പാടാൻ പാടില്ല, ഒച്ച പുറത്ത് കേൾക്കാൻ പാടില്ല. ഈ മുഖഗോഷ്ഠികൾ, ശരീരഗോഷ്ഠികൾ മാത്രമേ കാണാവൂ. അച്യുത മാഷ് അടിച്ചു ചന്തി പഞ്ചറാക്കി. ഇനി ഒരു ഏതാനും വരികൾ കൂടിയുണ്ട് ഈ കവിതയിൽ. അതാണ് ഇതിനെ കവിതയാക്കുന്നത്, ഒരു ഫലിത ബിന്ദു അല്ലാതാക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്ത് ചെയ്യാനാ പക്ഷേ, എത്ര മസിൽ പിടിച്ചാലും ഇടയ്ക്ക് പുറത്തു വരും ഉറക്കെ ചില പൂവുകൾ, പ്രണയങ്ങൾ, വാക്കുകൾ. എന്ത് ചെയ്യാനാ മാഷേ? എനിക്ക് ഞാൻ ആവർത്തിക്കട്ടെ, എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി. എന്ത് ചെയ്യാനാ മാഷേ? എത്ര മസിൽ പിടിച്ചാലും ഇടയ്ക്ക് പുറത്തു വരും ഉറക്കെ ചില പൂവുകൾ, പ്രണയങ്ങൾ, വാക്കുകൾ. ഇതാണ് ഈ കൈയിൽ കേൾക്കുന്നതാണ്. നമ്മൾ ഇന്നലെ ഇവിടെ വന്നിരുന്നു, ഇന്ന് ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ഈ സന്തോഷം അറിയേണ്ടത് പ്രമോദാണ്. അപ്പോ ഇത്തരത്തിൽ ഇനിയും കവിതകളുണ്ട്. 1-2 കവിതകളൂടെ വായിക്കാൻ സമയമുണ്ടോ എന്ന് എനിക്കറിയില്ല, അതിന്റെ ആവശ്യമുണ്ടോ എന്നും അറിയില്ല. ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ ആരും വായിച്ചിരിക്കാനിടയില്ലാത്ത, ഇവിടെ അശോകൻ മറയൂരിനെ നിങ്ങൾ കണ്ടു, കേട്ടു, സംസാരിച്ചു, കവിതാ വായന കേട്ടു. അശോകന്റെ കവിതാ പുസ്തകം ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. അത് വാങ്ങിയവരും വായിച്ചവരും വായിക്കാനിരിക്കുന്നവരും ഉണ്ടാകാം. പക്ഷെ അശോകനല്ല, എനിക്കും അറിയില്ല കവി ആരാണെന്ന്. ഒരു സുഹൃത്ത് വാട്സപ്പ് വഴി അയച്ചു തന്ന ഗോത്രയിലുള്ള ഭാഷയിൽ എഴുതപ്പെട്ട 2 കവിതകൾ. കവിയുടെ പേര് രമേഷ് കുമാർ കെ എന്നാണ്. വിലാസം വട്ടലക്കി ഫാം, അഗളി, അട്ടപ്പാടി, പാലക്കാട്. ഇങ്ങനെയൊക്കെയാണ് വിലാസം. കവിതകൾ ഒന്ന് ഞാൻ വായിക്കാം. ഇരുള ഭാഷയിൽ വായിക്കുന്നതിൽ കാര്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എനിക്ക് അറിയാത്തൊരു ഭാഷ ഞാൻ ഇവിടെ വായിച്ച് പരിഹാസനാവുന്നില്ല. അതുകൊണ്ട് അതിന് മലയാള സമാന്തരം. നിലാവ് ഓടിയാലും കോഴി കൂവിയാലും കാട്ടുഗന്ധകമേനിക്ക് ആഗ്രഹക്കൊതി തീരുന്നില്ല. മഞ്ഞുമുല്ല മൊട്ടുപോലെ വാടാത്ത ശരീരത്തെ വിരിയിച്ച വിയർപ്പെ വിളക്കുന്നേരം കഴിഞ്ഞുപോയി. വിളക്കുന്നേരം നൽകി, വിളക്കിന്റെ നേരം നൽകി. തേന്നുകർന്ന വണ്ടേ 10 മാസപ്പിറ നോക്കി സാരി തൊട്ടിലാട്ടണം. തേന്നുകർന്ന വണ്ടേ 10 മാസപ്പിറ നോക്കി സാരി തൊട്ടിലാട്ടണം. മുക്കും കണ്ണും പിടിച്ച സൗന്ദര്യത്തെ മനസ്സു നിറഞ്ഞു നോക്കണം. ഞാൻ തൊഴുത്ത് കാലി വയ്ക്കാം നീ കുഞ്ചക്കാട് വിളക്ക്. 10 കുടുംബ ഊരിൽ കരുതി വെച്ചാൽ പേര് പറയും. ഇങ്ങനെ കവിതകൾ സംഭവിക്കുന്നു എന്നതുകൊണ്ട് മാത്രം ഞാനത് വായിച്ചതേ ഉള്ളൂ. അല്ലേ, നമ്മളെപ്പോലെ കവിത പഠിപ്പിക്കുകയും ആനുകാലികങ്ങളിൽ കവിത വായിക്കുകയും ചെയ്യുന്ന ആളുകളുടെ ഇടയിലേക്ക് ഒരു അപരിചിത ശബ്ദം കവിതയായി തീരാനുള്ള സഹജവാസനയോടുകൂടി വന്നു വീഴുകയാണ്. അങ്ങനെയാണ് അശോകൻ മറയൂരും ഡി അനിൽകുമാറുമെല്ലാം ഇപ്പോൾ ശ്രദ്ധേയരായ മലയാള കവികളായി മാറിയിരിക്കുന്നത്. അനിൽകുമാറിന്റെ കവിതാ സമാഹാരത്തിന്റെ ആമുഖത്തിൽ ഒരു വാക്ക് ഞാൻ ശ്രദ്ധിച്ചു. കള്ളു പറയുക. അനിൽകുമാറിന്റെ കടപ്പുറം പാസയിൽ
പള്ളാണ്. പള്ളു പറച്ചിലാണ് കവിത. പള്ളു പറച്ചിലും കവിതയായി മാറാം. പള്ളു പറച്ചിലിനും അതിൻ്റെതായ താളവും സംഗീതവും കാവ്യാത്മകതയും ഉണ്ട് എന്ന കണ്ടെത്തൽ ഒരുപക്ഷെ പ്രധാനമാണ്. ജോസഫും രാമനും ഒക്കെ കവിത എഴുതി തുടങ്ങുമ്പോൾ അവർ കണ്ട, ഞാൻ ജോസഫിനെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്, കണ്ടറിഞ്ഞ ആദിവാസി ജീവിതം, കണ്ടറിഞ്ഞ കാട്ടിലെ ജീവിതം, കണ്ടറിഞ്ഞ മലയിലെ ജീവിതം, കണ്ടറിഞ്ഞ കടൽ പുറത്തെ ജീവിതത്തെ കുറിച്ച് എഴുതുന്നുവെങ്കിൽ അവിടെ കൊണ്ടറിഞ്ഞ ആദിവാസി ജീവിതത്തെ കുറിച്ച്, കൊണ്ടറിഞ്ഞ കടലോര ജീവിതത്തെ കുറിച്ച്, കടലോരത്ത് നിന്ന് തന്നെ മുളച്ചു പൊന്തിയ ചില കവികൾ, കാട്ടിൽ നിന്ന് തന്നെ വരുന്ന ചില കവികൾ കാട്ടുതേനിന്റെ രുചിയുള്ള ഭാഷയിൽ, അവരുടെ മാതൃഭാഷയിൽ, സഹജ ഭാഷയിൽ, അവരുടെ ആത്മഭാഷയിൽ എഴുതാൻ തുടങ്ങുന്നു എന്നതാണ്, തുടങ്ങിക്കഴിഞ്ഞു എന്നതാണ് ഇക്കാലത്തെ കവിതയുടെ ഒരു പ്രധാന സവിശേഷത. ഒന്ന് രണ്ട് കവിത കൂടി വായിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു, മുഷിയില്ലെങ്കിൽ. മുഷിയെന്നുണ്ടെങ്കിൽ പറയാം. അജീഷ് ദാസൻ എന്നൊരു കവിയുണ്ട്. അജീഷ് ദാസൻ എന്നൊരു കവിയുണ്ടെന്ന് പറയാൻ കാരണം ഇപ്പോൾ ആ കവി ഒരു ആർട്ടിസ്റ്റുകാരനാണ്. മനോജ് ഗുരുവിനെ പറ്റി അല്പം മുമ്പ് നേരം പോക്ക് പറഞ്ഞതുപോലെ നോവലിസ്റ്റായ മനോജ് ഗുരുവിന്റെ കവിതാ സമാഹാരമാണ് ഇരിക്കുന്നതെന്ന് പറയേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ എന്നതുപോലെ പാട്ടെഴുത്തുകാരനായി മാറിയ അജീഷ് ദാസന്റെ രണ്ടാമത് കാവ്യ സമാഹാരം കോട്ടയം ക്രിസ്തുവും മറ്റ് കവിതകളും. അജീഷിൽ ഈ ബ്ലാക്ക് ഹ്യൂമർ എന്ന് പോലും പറയാൻ പറ്റാത്ത ഗാലോസ് ഹ്യൂമർ, കഴിമര ഫലിതം വളരെ സജീവമായിരുന്നു. ആ അജീഷ് എങ്ങനെയാണ് ഇത്തരം പാട്ടുകൾ, അല്ലെ, ഫലിതമില്ലാത്ത പാട്ടുകൾ അല്ലെങ്കിൽ വളരെ കാൽപ്പനികമായ ശാലീന ഗാനങ്ങൾ എഴുതുന്നതെന്ന് ഞാൻ അമ്പരക്കാറുണ്ട്. ഇത്ര പരുക്കനായി എഴുതിയിരുന്ന അജീഷ് എങ്ങനെ ഒരു ശാലീന ഗായകനായി മാറി എന്നത് അജീഷിന് മാത്രമേ അറിയൂ. അതുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ അജീഷ് രണ്ട് കാര്യത്തിലും വിജയിച്ചു. കവിതയിലും വിജയിച്ചു, പാട്ടെഴുത്തിലും വിജയിച്ചു. അജീഷിന്റെ ഒരു കവിത, കവിതയുടെ പേര് മരണത്തലേ എന്നാണ്. ആ കവിത തന്നെ വായിക്കണമെന്നുണ്ടായിരുന്നു എനിക്ക്, അതുകൊണ്ടാണ് അല്പം വൈകിയത്. അല്പം വെള്ളം കുടിച്ചിട്ട് വായിക്കാം. വെള്ളം കുടിക്കാമല്ലോ, അത് നിരോധനമില്ലല്ലോ, അതുകൊണ്ട് വെള്ളം കുടിക്കുന്നു. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് മുമ്പ് പറഞ്ഞ കാര്യം ഓർമ്മയുള്ളവർക്ക് ഓർമ്മയുണ്ടാവും. അപ്പോ മരണത്തലേന്നാൾ കയ്യിൽ ഒരു പൊതി ഓറഞ്ചുമായി വന്നു നീ, ഇതേ കൈകളിൽ നാളെ ഒരു റീത്തുമായി നീ വന്നു നിന്നേക്കുമെങ്കിലും. കയ്യിൽ ഒരു പൊതി ഓറഞ്ചുമായി വന്നു നീ, ഇതേ കൈകളിൽ നാളെ ഒരു റീത്തുമായി നീ വന്നു നിന്നേക്കുമെങ്കിലും. കൊണ്ടുവന്ന പൊതിയിൽ നിന്നൊരെണ്ണം അല്ലി അടർത്തിത്തരൂ, ഇന്നെനിക്കറിയാം മധുരം അറിയാൻ കഴിഞ്ഞേക്കില്ല. നാളെ ഞാൻ ദേഹത്ത് വയ്ക്കുന്ന റീത്തിൽ നിന്നൊരു പൂവടർന്നാൽ അതിൻ മണം. ഇന്നെനിക്കറിയാം മധുരം, ഇന്നെനിക്ക് അറിയും മധുരം എന്നായിരിക്കും അല്ലേ. ഇന്നെനിക്കറിയും മധുരം അറിയാൻ കഴിഞ്ഞേക്കില്ല. നാളെ ഞാൻ ദേഹത്ത് വയ്ക്കുന്ന റീത്തിൽ നിന്നൊരു പൂവടർന്നാൽ അതിൻ മണം. അതിനാൽ ഇപ്പോഴീ ഓറഞ്ച് മണമുള്ള ഓർമ്മയിൽ കാത്തു ഞാൻ വെക്കട്ടെ റീതിലെ പൂവിൻ സുഗന്ധമേ. രണ്ടു വാക്കുകൂടിയുണ്ട്, പ്രേമമേ നിന്നെ. ആവർത്തിക്കട്ടെ. അതിനാൽ ഇപ്പോഴീ ഓറഞ്ച് മണമുള്ള ഓർമ്മയിൽ കാത്തു ഞാൻ വെക്കട്ടെ റീതിലെ പൂവിൻ സുഗന്ധമേ, പ്രേമമേ നിന്നെ. പുതിയ കവികൾക്ക്, യുവകവികൾക്ക് പ്രേമം ഒരുപക്ഷെ റീതിലെ പൂവിൻ സുഗന്ധമാണ് എന്ന് വരുന്നത് അമ്പരപ്പ്, നടുക്കം ഉളവാക്കിയേക്കാമെങ്കിലും സ്വാഭാവികമാണ്. ഈ കാലം അങ്ങനെയാണല്ലേ. പണ്ട് പ്രണയത്തിന്റെ പേരിൽ രമണൻ ആത്മഹത്യ ചെയ്തെങ്കിൽ ഇന്ന് പ്രണയത്തിന്റെ പേരിൽ രമണൻ ചന്ദ്രിയെ കുത്തിക്കൊള്ളുന്ന കാലമാണ്. അതുകൊണ്ട് റീത്തിലെ പൂവിൻ മണം പോലുള്ള ഒരു വിചിത്ര വിരൂപധാരണ ബിംബത്തിലൂടെ പ്രണയത്തെ ആവിഷ്കരിക്കാൻ പുതിയ കവികൾ ശ്രമിക്കുന്നു എങ്കിൽ അതിൽ തെറ്റില്ല, അത് സ്വാഭാവികം മാത്രമാണ്. മറ്റൊരു കവിത കൂടി വായിക്കട്ടെ. ചെറിയ കവിതയാണ്. മനുഷ്യബന്ധങ്ങളിൽ ഉണ്ടായിട്ടുള്ള വിചിത്രമായ മാറ്റങ്ങൾ, വിലക്ഷണമായ വ്യതിയാനങ്ങൾ എങ്ങനെ കവിതയിൽ പ്രതിഫലിക്കുന്നു എന്നും കൂടി ഒരുപക്ഷെ ഈ കവിത നമുക്ക് പറഞ്ഞു തരും. കപ്പിൾ എന്നാണ് കവിതയുടെ പേര്. കപ്പിൾ എന്ന വാക്ക് തന്നെ, ഇംഗ്ലീഷ് വാക്ക് തന്നെ കവിതയുടെ തലക്കെട്ടായി മാറിയിരിക്കുന്നു. ആദ്യ രാത്രിയിൽ പലവട്ടം വിരലുകൊണ്ട് അവളുടെ മാറിടത്തിൽ ഞാൻ കാമുകിയുടെ പേരെഴുതിയത് അവൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമോ എന്ന് ഏറെ നേരമായി തോന്നിയിരുന്ന ഒരു ശങ്ക ഏതായാലും ഇപ്പോൾ എനിക്കില്ല. ഒരു നീണ്ട ഒരു യൂണിറ്റാണ്. ആദ്യരാത്രിയിൽ പലവട്ടം വിരലുകൊണ്ട് അവളുടെ മാറിടത്തിൽ ഞാൻ കാമുകിയുടെ പേരെഴുതിയത് അവൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമോ എന്ന് ഏറെ
കട്ടിലൊടിയാതിരിക്കാൻ കട്ടിൽ പാടുപെടുന്നതിനിടയിൽ എൻ്റെ ചെവിയിൽ അവൾ മന്ത്രിച്ച ആ പേര് ആരുടേതെന്ന് മാത്രം ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. ഓ ഭാഗ്യം, അത് ഞാനല്ല. ഓ ഭാഗ്യം, അത് ഞാൻ അല്ല. ഒരു 10-60-50 വർഷം മുൻപായിരിക്കില്ല. അതായത് മലയാള കവിതയിലെ മറ്റൊരു കാലഘട്ടത്തിലാണ് വൈലോപ്പിള്ളി എഴുതിയത്. ഒരു കട്ടിലിൽ പെണ്ണോ നാഥനോ താൻ കാമിക്ക് മുഴുവൻ സ്വപ്നം കണ്ട് പായാരം പുലമ്പുന്നു എന്ന്. ഒരു കട്ടിലിൽ പെണ്ണോ നാഥനോ താൻ കാമിക്ക് മുഴുവൻ സ്വപ്നം കണ്ട് പായാരം പുലമ്പുന്നു. അത് ഒരു പുതിയ കവിതയിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെയായിത്തീരുന്നു. ഓ ഭാഗ്യം, അത് ഞാൻ അല്ല. ഭാര്യ അവരുടെ സംയോഗ മുഹൂർത്തത്തിൽ ഉച്ചരിച്ച, അല്ലെങ്കിൽ നവോഢയായ യുവതി ഉച്ചരിച്ച പേര് തൻ്റേതല്ല എന്ന് തിരിച്ചറിയുമ്പോൾ സന്തോഷിക്കുന്ന ഭർത്താവാണ്. കാരണം അവളുടെ മാർഗത്തിൽ അതുവരെ അവൻ എഴുതിയിരുന്നത്, അയാൾ എഴുതിയിരുന്നത് അയാളുടെ കാമുകിയുടെ പേരാണ്, അവളുടെ പേരല്ല. ഒരു കട്ടിലിൽ പെണ്ണോ നാഥനോ താൻ കാമിക്ക് മുഴുവേ സ്വപ്നം കണ്ട് പായാരം പുലമ്പുന്നു. ഇനി ഒരു വൃദ്ധ മധ്യവയസ്ക കവിയുടെ കവിത കൂടി വായിക്കുകയാണ്. ആ കവിയെ ഇപ്പോൾ ഇവിടെ കാണാനില്ല. കവിയുടെ പേര് കുഴൂർ വിൽസൺ എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അനുമതിയോടുകൂടി എത്രമാത്രം ലാഘവത്വത്തോടു കൂടിയാണ് ഈ കവികൾ കവിതയെ നിർമ്മിക്കുകയും നിർണയിക്കുകയും രൂപീകരിക്കുകയും ചെയ്യുന്നത് എന്നതിന്റെ ഉദാഹരണം എന്ന നിലയ്ക്ക് ഈ കവിത വായിക്കട്ടെ. മഴ കവിതകളാണ്. ഈ പുസ്തകമാണ് ഇപ്പോൾ തൽക്കാലം എൻ്റെ കയ്യിൽ കിട്ടിയത്. ഹാ വെള്ളം ചേർക്കാത്ത മഴ എന്നാണ് പുസ്തകത്തിന്റെ പേര്. ഹാ വെള്ളം ചേർക്കാത്ത മഴ. ഈ കവിതയിലാണ് ആ വരിയുള്ളത്. അതുകൊണ്ടാണ് ഈ കവിത തന്നെ തിരഞ്ഞെടുക്കുന്നത്. നീ തന്ന പ്രേമലേഖനങ്ങൾ മുഴുവൻ ഞാനിന്ന് കുഴിച്ചിടും. നീ തന്ന പ്രേമലേഖനങ്ങൾ മുഴുവൻ ഞാനിന്ന് കുഴിച്ചിടും. പഴയ കുട്ടിക്കഥയിൽ കുട്ടി അപ്പം കുഴിച്ചിട്ട് അപ്പമരമാകാൻ കാത്തിരുന്നത് പോലെ നീ തന്ന പ്രേമലേഖനങ്ങൾ മുഴുവൻ ഞാനിന്ന് കുഴിച്ചിടും. ജൂണിൽ നല്ല മഴ പെയ്യും, അവയൊക്കെ മുളയ്ക്കും. ജൂണിൽ നല്ല മഴ പെയ്യും, അവയൊക്കെ മുളയ്ക്കും. അവയിലൊക്കെ നല്ല തുടമുള്ള കവിതകൾ കായ്ക്കും. പ്രേമലേഖനങ്ങൾ കുറിച്ചിട്ടാൽ ജൂൺ മഴയിൽ അവ മുളച്ച് കവിത കായ്ക്കുന്ന ഒരു മരമായി ചെടിയായി മാറും. നല്ല പഴുത്തു കൊടുത്തവ മാത്രം പിന്നത്തെ ജന്മത്തിലെ വിത്തിന് മാറ്റിവെച്ച്, നല്ല പഴുത്തു കൊടുത്തവ മാത്രം പിന്നത്തെ ജന്മത്തിലെ വിത്തിന് മാറ്റിവെച്ച് ബാക്കിയൊക്കെ ഞാൻ മാർക്കറ്റിൽ കൂടിയ വിലയ്ക്ക് വിൽക്കും. അല്ലേ? അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്. നമ്മുടെ മികച്ച ഫലങ്ങൾ നമ്മൾ വിൽക്കും. അത്യാവശ്യത്തിന് മാത്രം എടുത്തിട്ട് ബാക്കി വിൽക്കും. എൻ്റെ കടമൊക്കെ വീടും, ഞാനൊരു പുതിയ പുരയിടം വാങ്ങും. വിൽക്കുന്നത് എന്താണ്? കവിതകളാണ്. പ്രേമലേഖനങ്ങൾ കുഴിച്ചിട്ട് മുളച്ച് വളർന്ന് കായ്ച്ച കവിതകൾ. എൻ്റെ കടമൊക്കെ വീടും, ഞാനൊരു പുതിയ പുരയിടം വാങ്ങും. ഇതൊക്കെ കവിയുടെ സ്വപ്നം മാത്രമാണ്. എല്ലാ കവികളുടെയും സ്വപ്നം മാത്രമാണെന്ന് എല്ലാ കവികൾക്കും അറിയാം. കവിത കായ്ക്കുന്ന മരമില്ല. കവിതയിലെ ആ മരത്തിലെ കായ് വിറ്റാൽ കാശും കിട്ടില്ല. അതുകൊണ്ട് കടം വീഴുകയും പുതിയ പുരയിടം വാങ്ങാൻ സാധിക്കുകയും ഇല്ല. എന്നിട്ടും ബാക്കിയുള്ളവ ഞാൻ ഉണക്കി സൂക്ഷിക്കും. എന്നിട്ടും ബാക്കിയുള്ളവ ഞാൻ ഉണക്കി സൂക്ഷിക്കും. പിന്നെയും ബാക്കിയുള്ളത് ഉപ്പിലിടും. നീ തന്ന പ്രേമലേഖനങ്ങൾ കുടിച്ചിട്ട ഒരാളോട് നിനക്ക് വെറുപ്പും അറപ്പും ഉണ്ടാകട്ടെ. വെറും ഒരു കവിയല്ല ഞാനെന്ന് എനിക്ക് ഈ ലോകത്തെ അറിയിക്കേണ്ടതുണ്ട്. വെറും ഒരു കവിയല്ല ഞാൻ എന്ന് എനിക്ക് ഈ ലോകത്തെ അറിയിക്കേണ്ടതുണ്ട്. ഇതാണ് യുവകവി അല്ലാതായി കഴിഞ്ഞ വിൽസന്റെ കവിതയുടെ ഒരു മാതൃക. മറ്റൊന്ന്, ഒരു കവിത കൂടി എനിക്ക് വായിക്കണമെന്നുണ്ട്. ഈ വർഷത്തെ കനകശ്രീ അവാർഡൊക്കെ കിട്ടിയ വിമീഷ് മണിയൂരിന്റെ ഒരു കവിത. ആ കവിത ഒന്ന് കണ്ടെത്താൻ ഉള്ള സാവകാശം നിങ്ങൾ എനിക്ക് തരണം. ആ കവിത തന്നെ വായിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാണ്. ഒരുപാട് കവിതകളുള്ള ഒരു ചെറിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ആ കവിതയിൽ എന്തതിശയമേ എന്നാണ് കവിതയുടെ പേര്. പാരഡിയുടെ ഒരു സ്വഭാവം ഇപ്പോഴും ഈ കവികൾക്കും കവിതകൾക്കും ഉണ്ട് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ചില ഓർമ്മകളെ, ചില ഗൗരവതരമായ ഓർമ്മകളെ, ഗുരുതരമായ ഓർമ്മകളെ വളരെ ലഘുവാക്കി അപ്പൂപ്പൻ താടി പരുവത്തിൽ ഊതിപ്പറത്തുന്ന ഒരു സ്വഭാവം ഈ കവികൾ പൊതുവായി കാണിക്കുന്നു. എന്തതിശയമേ ഒരു ക്രിസ്തീയ ഭക്തിഗാനമാണ്. അതിന്റെ ആദ്യ വരിയാണ്. ദൈവസ്നേഹത്തെ കീർത്തിക്കുന്ന ഒരു ക്രിസ്തീയ ഭക്തിഗാനത്തിലെ ആദ്യ വരിയാണ്. കവിത വായിക്കാം. നാളെ ഉണർന്നു കഴിഞ്ഞാൽ നീ ആദ്യം അടുക്കളയിലേക്കും ഞാൻ കോനായിലേക്കും എന്നാണ്. വടക്കൻ മലബാറിലെ ഭാഷയിൽ കോനായായി മാറുന്നുണ്ട് എന്ന് ഓർമ്മിപ്പിക്കട്ടെ. നാളെ ഉണർന്നു കഴിഞ്ഞാൽ നീ ആദ്യം അടുക്കളയിലേക്കും ഞാൻ
ഹൗസിലേക്കും, നീ കൂടയിലേക്കും ഞാൻ കുളിമുറിയിലേക്കും, നീ അടുക്കളയിലേക്കും ഞാൻ സ്വീകരണ മുറിയിലേക്കും, നീ കിണറ്റുകരയിലേക്കും ഞാൻ കിടപ്പുമുറിയിലേക്കും, നീ അടുക്കളയിലേക്കും ഞാൻ പണിസ്ഥലത്തേക്കും, ഞാൻ തിരിച്ചുമ്മറത്തേക്കും നീ തിരിച്ച് കുത്ത് കുത്ത് കുത്ത്. ഈ വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരാൾ കുടുംബത്തേക്ക്, ഒരാൾ അടുക്കളയിലേക്ക്, ഒരാൾ ജോലികളിലേക്ക്, വിടുപണികളിലേക്ക്, വീട്ടുജോലികളിലേക്ക്, മറ്റേയാൾ കുളിക്കുന്നു, പല്ല് തേക്കുന്നു, ഉടുപ്പിടുന്നു, പൂമുഖത്ത് വന്നിരിക്കുന്നു. അപ്പോഴും മറ്റേയാൾ ഭാര്യ അടുക്കളയിൽ തന്നെ. നീ കൂടയിലേക്ക് ഞാൻ കുളിമുറിയിലേക്ക്, നീ അടുക്കളയിലേക്ക് ഞാൻ സ്വീകരണ മുറിയിലേക്ക്, നീ കിണറ്റുകരയിലേക്ക് ഞാൻ കിടപ്പ് മുറിയിലേക്ക്, നീ അടുക്കളയിലേക്ക് ഞാൻ പണിസ്ഥലത്തേക്കും, ഞാൻ തിരിച്ചുമ്മറത്തേക്കും, നീ തിരിച്ച് അവിടെ നമുക്ക് പൂരിപ്പിക്കാം അടുക്കളയിലേക്ക്. ഉണർന്നു കഴിഞ്ഞാൽ പോകാൻ വെവ്വേറെ ഇടങ്ങളുണ്ട് എന്നത് തന്നെയാണ് ഇപ്പോഴും നമ്മെ ഒരുമിച്ച് ഒരിടത്തുറക്കുന്നത്. ഉണർന്നു കഴിഞ്ഞാൽ പോകാൻ വെവ്വേറെ ഇടങ്ങളുണ്ട് എന്നത് തന്നെയാണ് ഇപ്പോഴും നമ്മെ ഒരുമിച്ച് ഒരിടത്തുറക്കുന്നത്. ഇവർ ഒരുമിക്കുന്നവരെ ഒരു സ്ഥലമുണ്ട്, അത് ഉറക്കറ മാത്രമാണ്. അല്ലാത്തപ്പോഴെല്ലാം പൂമുഖവും ജോലി സ്ഥലവും പൊതുസ്ഥലവും പുരുഷന്റെ ഇടങ്ങളായിരിക്കുമ്പോൾ സ്ത്രീയുടെ ഇടം മാറ്റമില്ലാതെ അടുക്കളയും പരിസരങ്ങളും മാത്രമായി തുടരുന്ന അവസ്ഥയുടെ വിരൂപതയെ വളരെ സരളമായി ആവിഷ്കരിക്കുന്ന കവിത. ഇവിടെ രശ്മി ബിനോയ് എന്നൊരു കവി അത്ര പ്രശസ്തയല്ല, പക്ഷെ എനിക്ക് അവരുടെ കവിതകൾ ഇഷ്ടമായതുകൊണ്ട് കഴിഞ്ഞ വർഷം ഇതേ അവാർഡ്, കനകശ്രീ അവാർഡ് നേടിയ യുവകവികളിൽ ഒരാൾ രശ്മി ബിനോയ് ആയിരുന്നത് കൊണ്ട് അവൻ്റെ ഒരു കവിത കൂടി വായിക്കാം. അധികം ഈ വായന നീട്ടിക്കൊണ്ട് പോവില്ല എന്ന ഉറപ്പോടുകൂടി അവസാനിപ്പിക്കുന്നതിന് തൊട്ട് മുൻപ് ഈ കവിത കൂടി വായിക്കാം, കാരണം സമയം ഒരുപാട് ആയി. രണ്ടാം നില എന്നാണ് കവിതയുടെ പേര്. വീടിന് രണ്ടാമതൊരു നില പണിതുയർത്തുന്നത് പോലെയാണ് പ്രണയം. തീർത്തും അനിശ്ചിതമായ ഒരു ശൂന്യസ്ഥലത്തേക്ക് ആകാശത്തെ ജാലകങ്ങളാൽ വരച്ചെടുത്തുകൊണ്ട് കെട്ടിപ്പടുക്കുന്ന രണ്ടാമിടം. ചെത്തിയൊരുക്കി മടുക്കുന്നതുവരെ അത് അപൂർണമാണ്. അതിൻ്റെ കോണുകൾ, പുതിയ ചുവരുകൾ, വാട്ടം തട്ടാത്ത മേൽക്കൂര, നമുക്ക് മാത്രം മനസ്സിലാകുന്ന അതിൻ്റെ ഇടനാഴികൾ, അലമാരയ്ക്ക് മുകളിൽ നാം ചരിച്ചു വച്ച പഴയ ഗിത്താർ, പിന്നെ മേശയ്ക്ക് ചുവട്ടിൽ ഒളിച്ചു വച്ച കത്തിൻ്റെ പിരമിഡ്. പ്രണയലേഖനങ്ങളുടെ പിരമിഡാണ്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇനി ഇക്കാലത്ത്, അല്ലെ? ആദിലിന്റെ പ്രണയത്തിന്റെ രണ്ടാം നിലയിലൊന്നും ഉണ്ടാവില്ല. കത്തിന്റെ പിരമിഡ്, മെസ്സേജുകളുടെ പിരമിഡാണ് ഉണ്ടാവുക. അതെപ്പോഴും ഡിലീറ്റ് ചെയ്യാമെന്നുള്ളതുകൊണ്ട് അതൊരിക്കലും ഒരു പിരമിഡായി തീരാനും സാധ്യതയില്ല. കുളിമുറിയിൽ വലത്തേ മൂലയിൽ ചേർന്നിരുന്നു കരഞ്ഞ വലിയ തറയോട്. കുളിമുറിയിൽ വലത്തേ മൂലയിൽ ചേർന്നിരുന്നു കരഞ്ഞ വലിയ തറയോട്. ശരിക്കും പ്രണയം ഇനിയും പണിഞ്ഞു തീരാത്ത ഒരു വീടാണ്. ഇങ്ങനെയും ഒരു പൊതുകവിത. ഇനിയും ഒട്ടനവധി പൊതുകവികൾ പരാമർശിക്കപ്പെടാതെ, പേര് പോലും പറയപ്പെടാതെ നമുക്ക് ചുറ്റിലും, ഈ അന്തരീക്ഷത്തിലും, ഈ വായുവിലും, നാം ശ്വസിക്കുന്ന വായുവിലും, കുടിക്കുന്ന വെള്ളത്തിലും അദൃശ്യരായി വർത്തിക്കുന്നു. ആദിലിൻ്റെ ഒരു കവിത വായിക്കണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. ആദിൽ ഇവിടെ ഉള്ളതുകൊണ്ട് ആദിൽ തന്നെ വായിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ സാഹസത്തിന് മുതിർന്നില്ല. പൊതു മലയാള കവിതയ്ക്ക്, മലയാള കവിതയുടെ സമകാലത്തിന് ഒരു വിനീതനായ കവിതാ വായനക്കാരൻ്റെ എല്ലാ ഭാവുകങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ